ദൈവമേ, സമയം എത്രയായിരുന്നു? 7 മണിയെ കാണും ഇപ്പോ. ഈ രാത്രി 7 മണിയെ കഴിഞ്ഞ പിന്നെ എനിക്ക് ആ പനമരത്തിന്റെ ചവിട്ടി കൂടെ പോകാൻ പറ്റത്തില്ല. ആ യക്ഷയുണ്ടോ അവിടെ? ആ വഴിയല്ലേ എനിക്കിനി പോയേ പറ്റത്തുള്ളൂ. അതല്ലേ ഉള്ളൂ വഴി. ഷോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് പോകാം. 7 മണിക്ക് മുമ്പ് അതുവഴി പോണം. അഗിനൻ ഫൽഗുനൻ പാർത്തൻ കിരീടി. അയ്യോ, അവിടെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ടല്ലോ. പാവം, എന്നെ പോലെ പെട്ടു നിൽക്കുവാന്ന് തോന്നി ഇവിടെ. ഈ പനയുടെ ചവിട്ടി തന്നെ അതല്ല പെണ്ണ് നിൽക്കുന്നത്. ചേട്ടാ ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കോ? ആ, എന്താ പറ്റി മോളെ? ഞാൻ കടയിൽ വരെ പോയതായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടോട്ട് പോകുന്ന വഴിയാ. ഓ, എന്ത് ചെയ്യാനെന്ന് പറ. ഇവിടെ തന്നെ വന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു ഭയം വരുന്നു. ഓ, എനിക്ക് ഇനി ഇതുവഴി അങ്ങോട്ട് പോകാനായിട്ട് ആകെപ്പാടെ പേടിയാവുന്നു. ചേട്ടാ, ചേട്ടനാണെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുവോ? ഓ, ഞാൻ ഇതുവഴി പേടിച്ചാ മോളെ വന്നത്. മോക്കറിയോ ഈ പനയെ കുറിച്ച്? ഈ പനയിലാണെങ്കിൽ യക്ഷയുള്ള പനയത്. ഇതുവഴി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ യക്ഷയെങ്കിൽ ബാക്കി വെച്ചേക്കത്തില്ല. അവരുടെ എല്ലും തോലും മാത്രമേ ബാക്കി കാണത്തുള്ളൂ. പിന്നെ എനിക്കറിയാം ചേട്ടാ, അതുകൊണ്ടല്ലേ എനിക്ക് പേടി. നമ്മളോടൊന്നും ഇനി രക്ഷയില്ല പറയും വന്നാലോ? നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴേ. ചേട്ടനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുവിടാൻ പറഞ്ഞത്. ആ, അതിനെന്താ മോളെ, ഞാൻ കൊണ്ടുവിടാം. എന്തായാലും മോള് നിസ്സഹായിട്ട് നിൽക്കുമല്ലേ, ഞാൻ എന്തായാലും മോളെ രക്ഷിക്കാം. ആ, പിന്നെ ഒരു കാര്യം ചേട്ടാ, ചേട്ടൻ ഈ ചുണ്ണാമ്പ് കാണുമോ ചേട്ടാ? ചുണ്ണാമ്പോ? എന്തിനാ മോളെ? എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അയ്യോ മോളെ, എന്റെ കയ്യിൽ ഇപ്പൊ ചുണ്ണാമ്പില്ല. മോക്ക് ഞാനൊരു കാര്യം ചെയ്യാം. നമ്മൾ ആ പോകുന്ന വഴിക്കെങ്കിൽ ഒരു കടയുണ്ടേ, അവിടെ ഞാൻ ചുണ്ണാമ്പ് വാങ്ങിച്ചു തരാം കേട്ടോ. ആ, അത് മതി ചേട്ടാ. എന്നാ പിന്നെ മോള് നടക്ക്. എങ്ങോട്ട്? എന്ത് മോള് സ്വരത്തിനൊരു മാറ്റം? ആ, എന്റെ സ്വരം അങ്ങനെ മാറി തിരിയൊക്കെ ചെയ്യും. വലിയ തമാശക്കാരിയല്ലേ? മോക്ക് എന്തായാലും പെട്ടെന്ന് വീടെത്തണ്ടേ? നടക്ക് വേഗം. എന്തിന്? വീടെത്തിയില്ല അതിന്. ഇതും തമാശാണോ? ഇത് തമാശൊന്നുമല്ല, ഇത് എന്റെ വീട് തന്നെ. ഞാനും നമ്മൾ നടന്നു പോലും ഇല്ലല്ലോ. നമ്മൾ ഈ പനയുടെ ചവിട്ടി നിൽക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ മോളുടെ വീട് നമ്മൾ എത്തും? ഈ പന തന്നെ എന്റെ വീട്. അതാരും ചിരിക്കുന്നത്? ആ, ചിരിച്ച ആര്? വാ, എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. സമയം ഒരുപാടാകുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ എന്റെ വീടെന്ന്. അയ്യോ, ആരാ ഇത്? അയ്യോ മോളെ, യക്ഷയാ തോന്നുന്നു. നമുക്ക് അവിടെ രക്ഷപ്പെടാം. വാ. അയ്യോ, ഇത് യക്ഷയായിരുന്നോ? അയ്യോ, എന്റെ അമ്മച്ചേ, യക്ഷി. നീ എന്തിനിവിടെ വന്നു? നീ എന്തിന് എന്റെ പനയുടെ ചവിട്ടി വന്നു? നിന്നെ ഞാൻ വക വരുത്തും. അയ്യോ, എടി, നമുക്ക് ഇവിടെ ഇരുന്ന് കളിക്കടി പനയുടെ ചവിട്ടില്. എടി, പനയുടെ ചവിട്ടി ഇരുന്ന് കളിക്കാനോ? ഇത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മണിക്കാവാ. ചേച്ചി പ്ലീസ് ചേച്ചി, നമുക്ക് ഇവിടെ നിന്ന് കളിക്കാൻ നല്ല വൈബുള്ള സ്ഥലമാ. ആ, നല്ല വൈബാ. യക്ഷ ഒരു പനേക്കാളും വൈബാവും. ഓ, യക്ഷയുള്ള സ്ഥലമായിരുന്നില്ലേ? ആ, എടി പിന്നെ ഒരു കാര്യം, 7 മണിക്കല്ലേ യക്ഷ വരുത്തുള്ളൂ. അല്ല ഇവിടെ പകലൊന്നും പേടിക്കുന്നു വേണ്ടല്ലോ. ആൾക്കാരൊക്കെ പകലൊക്കെ ഇതുവഴി പോകുമല്ലോ. അയ്യോ, അങ്ങോട്ട് നോക്കിയടി, ഇപ്പൊ പ്രത്യക്ഷപ്പെട്ട സാധനം അത്. അയ്യോ, നമ്മുടെ ചിന്നച്ചേട്ടൻ എന്തിയത്? നമ്മുടെ ചിന്നച്ചേട്ടൻ തന്നെ അസ്ഥിയോടായിട്ട് കിടക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഇന്നലെ കണ്ട് രാത്രി യക്ഷ പിടിച്ചതാ. എടി, പെട്ടെന്ന് വീട്ടിലോട്ട് വിട്ടോടി, അമ്മയോടൊക്കെ പോയി പറയാം. അയ്യോ പാവം ചേട്ടൻ. വാ, ശരിയാ, പെട്ടെന്ന് പോയിട്ട് പോവാ. അമ്മ ചായ എടുക്കട്ടെ? അല്ല, നീ ഇതോടെ പോരുങ്ങി? എനിക്കാണെങ്കിൽ മാർക്കറ്റിൽ വരെ പോകണമെന്ന്, പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകണം. പിള്ളേർ ഇനിയിപ്പോൾ വരുത്തൊന്നില്ലായിരിക്കും. ഇനി പിള്ളേർ കളിക്കുമില്ലേ. ഞാനെന്നാ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ഇതെന്താ എല്ലാവരും പേടിച്ച് വരണ്ടിരിക്കുന്നേ? ഈ പിള്ളേർ പണിക്കാവിൽ പോയോ? എന്തിനാ അങ്ങനെ നിൽക്കട്ടെ? ആ, യക്ഷയോടത്ത് ആരെങ്കിലും പോവോ? ഈ പിള്ളേർ കളിച്ച് കളിച്ച് അങ്ങേറ്റത്തെ കളിയൊന്നുമല്ല കളിക്കുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞാ മണിക്കാവരൊക്കെ പോകാൻ യക്ഷയുടെ അടുത്ത്? അവിടെ പോയി മറ്റേ ഒപ്പിച്ചോണ്ട് വന്ന് നിന്നെയൊക്കെ അടിച്ച് ശരിയാക്കും കേട്ടോ. 3 ഞാൻ അടിക്കും. എന്താ ചിന്നച്ചേട്ടൻ അസ്ഥിയായിട്ട് കിടക്കുന്നത് ഇവിടെ? സത്യമൊന്നും പിള്ളേർ നിങ്ങൾ പറയുന്നത്? അയ്യോ അമ്മ, ഞാൻ ഇന്നലെ ആ ചിന്നിനെ കണ്ടതേ ഉള്ളൂ. കടയിൽ പോകുന്നു പറഞ്ഞോണ്ടോ പോയത് ഇന്നലെ. ഞാൻ എനിക്ക് വൈകിട്ട് എങ്ങാണ്ടാ മുറ്റത്തേക്ക് തുണി കഴിക്കൊണ്ടിരിക്കുവായിരുന്നു. അതൊരു പുള്ളിക്കാരൻ അതിന് പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി ചെറിയ പറഞ്ഞ് കടയിൽ വരെ പോകാന്ന് പറഞ്ഞിട്ട് പോയതാ. അയ്യോ, ആ പോകുന്ന വഴിക്കണ്ടാ തോന്നുന്നു. എനിക്കറിയാൻ വയ്യ. അയ്യോ, പാവമായിരുന്നു, കഷ്ടം. ആ പോയ വഴിക്കെങ്ങോട്ടായിരിക്കും കടയിൽ പോയത്. ആ വഴിയായിരിക്കും കടയിൽ പോകുന്നത്, മണിക്കാവ് വഴി. അമ്മേനെ ഞാൻ പോയി നോക്കിട്ട് വരട്ടെ ആ പനയുടെ അവിടെ. പിള്ളേരെ നിങ്ങളിവിടെ എന്തോ, നിങ്ങൾ വരണ്ട. ഷോ, എന്തോ ചെയ്യാനെന്ന് പറ. ആ മണിക്കാവ് വഴി പോകരുതെന്ന് എല്ലാവരോടും പറയുന്നതാ. എന്നിട്ട് അവർ അനുസരിക്കാതെ 7 മണി കഴിയുമ്പോൾ അതുവഴി പോകും. യക്ഷിയേക്ക് ആ വക വരുത്തിയില്ലേ? ആഹാ, അമ്മണി ഉണ്ടോ കൂടെ? നിങ്ങൾ എല്ലാവരും എവിടെ പോവാ? ഞാൻ അമ്മണി നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ അമ്മണി തിരക്കി അങ്ങോട്ട് വീട്ടോട്ട് വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ കടയിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പം ശാന്തേച്ചിയെ കണ്ടു. ഞങ്ങൾ പിന്നെ ശാന്തേച്ചിയുടെ കൂടെ കൂടി. എന്തോ പറ്റി? ശാരദയ്ക്ക് ഒരു സന്തോഷമില്ലല്ലോ. ശാന്തേച്ചിക്കൊക്കെ മണിക്കാവിനെ കുറിച്ച് അറിയാവുന്ന കാര്യമല്ലേ? ആ, പിന്നെ മണിക്കാവിനെ കുറിച്ച് ആർക്കും അറിയാത്തത്? മണിക്കാവോ? അവിടെ എന്തോ സംഭവം? ആ, പറഞ്ഞില്ല, ഇവര് പറഞ്ഞില്ല വാടാക്കാരായിട്ട് ഇവർക്ക് അറിയത്തില്ലല്ലോ. നിങ്ങളാണെങ്കിലേ മണിക്കാവിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലേ? ഇവിടെ അടുത്തുള്ള സ്ഥലം അത് മണിക്കാവ്. അവിടെ ആണെങ്കിൽ പാലയുണ്ട്. പാലല്ല, സോറി കേട്ടോ, പനയുണ്ട് കേട്ടോ. ആ പനയിലാണെങ്കിലേ യക്ഷിയുണ്ട്. പക്ഷെ പകലൊന്നും ഒരു ശല്യവും ഇല്ല. ആർക്കും അവിടെ പോകാൻ ഒരു കുഴപ്പമില്ല. രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ ആ വഴി പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ അസ്ഥികൂടമായിരിക്കും. പിന്നെ
ശാന്തേച്ചി അറിഞ്ഞോ സംഭവം വല്ലോ? അമ്മ മറ്റേ ചിന്നച്ചേട്ടനില്ലേ, ചിന്നച്ചേട്ടന് തന്നെ ആ യക്ഷി പിടിച്ച് നിന്നല്ലേ, എന്നിട്ട് എന്റെ പത്തിയോളായിട്ട് അവിടെ കിടക്കുവോ പനയില്. ഏത് ചിന്നനോ? ആ അതെ അല്ലേ, ചിന്നച്ചേട്ടൻ തന്നെ. ഇന്നലെ ആണെങ്കിൽ ചിന്നനാണെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അതുവഴിയാ പോയത് കേട്ടോ. കടയിൽ പോകുന്ന എന്നോട് പറഞ്ഞിട്ടാ പോയത്. ഞാൻ ചോദിച്ചു എവിടെ പോകുന്നതിന് പറഞ്ഞ് കടയിൽ പോകുന്നു പറഞ്ഞോണ്ടാ പോയത്. അതുവഴി ആയിരിക്കുമല്ലോ പോയത്, മണിക്കാവ് വഴി. ഈ പിള്ളേരെ കണ്ടുപിടിച്ചത്. എന്നിട്ട് അസ്ഥി കൂടെ പോയപ്പോ പിന്നല്ലാതെ യക്ഷി പിടിച്ച പിന്നെ അസ്ഥിയോടെ അല്ലാതെ പിന്നെ തടിയനെ തടിച്ചാവോ? അയ്യോ, എനിക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടിട്ട്. ഞങ്ങളിപ്പോ ആ മണിക്കാവിലോട്ട് പോവാ ചേച്ചി. അവിടെ പോയി എനിക്ക് ആ അസ്ഥി കൂടെ നോക്കട്ടെ പോയി. നിങ്ങൾ അങ്ങോട്ടാണെങ്കിൽ ഞങ്ങളോട് വരാം. കിടക്കുന്നതാണ് നീ അങ്ങോട്ട്. ആരാ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവോ? ഞാൻ നേരത്തെ കണ്ടതല്ലേ, ചിന്നൻ തന്നെ ഇത്, ചിന്നൻ. അവന്റെ മുഖം കണ്ട എനിക്കറിയാവുന്നതല്ലേ. പിന്നെ ഇപ്പോഴത്തെ കിളികളെല്ലാം കൊത്തിയപ്പോ അത് പോയത്. ആര് പറയാനേ, 7 മണിക്ക് ശേഷം ഇതുവഴി പോരുന്ന എത്രയോ പേര് പറഞ്ഞത്, തലേ കൈവച്ച് പറഞ്ഞു ഇതുവഴി പോരുത് പോരുത്. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ബോർഡ്. എന്നിട്ട് അതൊന്നും നോക്കാതെ ഇതുവഴി അവർ പോന്നെ പോട്ടെ, അല്ലെ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ? അയ്യോ, തേണ്ട കിടക്കുന്ന അസ്ഥി കൂടം. ഈ നമുക്ക് പിന്നെ എനിക്ക് അറിയാമെന്ന് വെക്കാൻ ചന്ദ്രചേട്ടാ. നമ്മളെപ്പോലെ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. തണ്ടിപ്പേണ്ടി ഇവർ തന്നെ ഈ നളിനിയൊക്കെ തന്നെ എനിക്ക് വാടകക്കാര്. അവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതുപോലെ എനിക്ക് അറിയാൻ വയ്യാത്ത എത്രയോ ആൾക്കാർ ഇതുവഴി പോകും. നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഒരു പരിഹാരം കാണണ്ടേ? ഞാനും പറയാൻ തുടങ്ങുമായിരുന്നു, ഇത് പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമല്ലേ ഇവിടെ മണിക്കാവും ഈ പനയും. നമുക്കതെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. എത്രയോ പേര് ഇതുപോലെ അസ്ഥി കൂടെ അയക്കുന്നു ഇവിടെ വന്ന്. എനിക്കാണെങ്കിൽ പരിചയമുള്ള ഒരു ഭേദപ്പെട്ട ഒരു ജ്യോതിഷനുണ്ട്. നന്നായിട്ട് പുള്ളിക്കാരനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ജ്യോതിഷനെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ നിങ്ങളുടെ നാട്ടിലുള്ളതാണോ ജ്യോതിഷൻ? അല്ലല്ല, ഞങ്ങളുടെ നാട്ടിലല്ല, അവരുടെ വീടാണെങ്കിൽ കുളത്തൂപ്പുഴയാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പുള്ളിക്കാരൻ ഭയങ്കര അഗ്രഗണ്യനാ. അതുകൊണ്ട് ഇത് ഈ പ്രശ്നം തന്നെ പാടെ മാറും ആ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ. ആ ജ്യോതിഷനെ നമുക്ക് എന്തായാലും പോയി കാണാമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കാണെങ്കിലേ പാല് കുടിക്കത്തില്ലായിരുന്നു. പിന്നെ ആ ജ്യോതിഷനെ കണ്ടിട്ട് ജ്യോതിഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പാല് കുടിച്ചത്. അതെ അതെ, എൻ്റെ മോളാണെങ്കിലേ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പാല് കുടിക്കുന്നില്ല. 1-2 ആഴ്ചത്തോളം ഇങ്ങനെ പാല് കുടിക്കാതെ പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ എന്തൊക്കെ രീതിയിൽ പാടുപെട്ട് കൊടുത്തിട്ട് പാല് കുടിക്കത്തില്ല. എന്തോ ഞാനാണെങ്കിൽ പുറത്ത് ഗർഭിണിയായിട്ടിരുന്നപ്പോഴത്തേക്കിലേ കണ്ടത്തിലൊക്കെ പോകുമായിരുന്നു. പാടത്തിലും കണ്ടത്തിലും ഒക്കെ ചുമ്മാ ഇറങ്ങി നടക്കുമായിരുന്നു ഗർഭിണിയായിട്ടിരുന്നപ്പോൾ. അങ്ങനെ കണ്ട് എനിക്ക് പേടി എന്തോ കിട്ടിയതാന്ന് തോന്നുന്നു. അങ്ങനെ കുഞ്ഞിങ്ങനെ പാല് കുടിക്കാതായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ജ്യോതിഷനെ വരുത്തി. ജ്യോതിഷൻ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ട്. ജ്യോതിഷം വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പാല് കുടിച്ച്. ആ ജ്യോതിഷന്റെ പേരെന്താ? ജ്യോതിഷന്റെ പേര് വാസുദേവൻ എന്നാ. ചന്ദ്രചേട്ടൻ വരുന്നുണ്ടോ അതോ ഞങ്ങൾ മാത്രം പോട്ടെ ജ്യോതിഷനെ കാണാന്? എന്തായാലും പുള്ളിക്കാരിക്ക് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞു. എന്തായിരുന്നു പേരെന്താ? നളിനിയോ? ആ, നളിനിക്ക് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത് ആ ജ്യോതിഷനെ. അപ്പൊ നിങ്ങൾ തന്നെ പോയി കാണും, ഞങ്ങൾ വരേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടോളാം. പിന്നെ ചേട്ടനൊന്നും വരേണ്ട ആവശ്യമില്ല. എന്നാ ശരി ശരി, നടക്കട്ടെ. എത്രയും പെട്ടെന്ന് പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക കേട്ടോ. ഞങ്ങൾ നാളെ തന്നെ പോകാൻ നോക്കാം ചന്ദ്രചേട്ടാ. ഇനിയിപ്പോ നിങ്ങളൊന്നും ഇവിടെ നിൽക്കണ്ട, കൊച്ചു പിള്ളേരെ കൊണ്ട് ഇവിടെ നിൽക്കാതെ. ഇവര് കണ്ട് പേടിക്കും, ഈ അസ്ഥി കൂടെ കിടക്കുന്നത് കണ്ടില്ലേ. പിള്ളേരെ കൊണ്ടങ്ങ് പോകാൻ നോക്ക്. ചെല്ല് ചെല്ല്. നടക്ക് മക്കളെ നടക്ക്. നമുക്ക് ഇതൊന്നും തോന്നിയില്ലല്ലോ, ഒരു ജ്യോതിഷനെ കൊണ്ടുവരണമെന്നോ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നോ ഒന്നും. ഇപ്പൊ കണ്ട വാടകക്കാരിയായി ഇപ്പൊ കണ്ട ഒരു ജ്യോതിഷനെ കൊണ്ടുവരാൻ പോകുന്നത്. സ്വന്തം നാട്ടുകാരായി നമുക്ക് ഇതിനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നല്ലേ. നമ്മളിതൊക്കെ നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചിന്നിന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അത് തന്നെ പറഞ്ഞത്, നാട്ടുകാരായി നമ്മുടെ അനസ്ഥ കൊണ്ട് പറ്റിയതായത്. ഇതിന് നേരത്തെ ഒരു പരിഹാരം കണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. തിരുമേനി, വാസുദേവൻ തിരുമേനി, തിരുമേനി. ആരെയും കാണുന്നില്ലല്ലോ. നീ ഉറക്കമാണോ നീ? ഹലോ, ഇവിടെ ആരുമില്ലേ? പക്ഷെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. നീ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയതായിരിക്കുമോ? ശരിയായിരിക്കും ശാന്തേച്ചി, ചിലപ്പോ പുറത്തങ്ങനെ പോയതായിരിക്കും. ആരാ ആരാ നിങ്ങളൊക്കെ? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുവാ. വാസുദേവൻ തിരുമേനിയെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അദ്ദേഹം ഇല്ലേ ഇവിടെ? ഭാര്യ തോന്നുന്നേ. ഞാൻ ഭാര്യയൊന്നും അല്ല, വാസുദേവനല്ലേ. പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. പുറത്തു പോയപ്പോണോ? എപ്പോ വരും? പുറത്തൊന്നും പോയതല്ല, ഇവിടുന്ന് താമസം മാറി അങ്ങ് പോയി. പിന്നെ ഈ കുടിലിൽ ഇപ്പം ഞാനാ താമസം. ഇവിടെ ആരും താമസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ കുടിലങ്ങ് താമസമായി. നിങ്ങളാ പറഞ്ഞ ആളില്ലേ വാസുദേവൻ, അവരിപ്പോൾ അങ്ങ് പിന്നെ കോട്ടമലയിലാണല്ലോ താമസം. കോട്ടമല. അയ്യോ, കോട്ടമലയ്ക്ക് പോയോ ഇവിടുന്ന്? അതെവിടാ കോട്ടമല? അയ്യോ, കോട്ടമല കുറേ ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു 10-50 കിലോമീറ്ററെങ്കിലും വരും. അപ്പം നമ്മൾ ബസ്സേ കയറി പോകണം, എന്നാലേ പറ്റുള്ളൂ. അവരിപ്പോൾ അവിടെ താമസം കോട്ടമലയിൽ. പക്ഷെ അത് ഏത് ഭാഗത്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് അവിടെ ചെന്ന് നിങ്ങൾ തിരക്കി അറിയാൻ പറ്റും എവിടെ വീടെന്നുള്ളത്. എന്നാ വാ നളിനി, നമുക്കെന്നാ പോകാം. ശാന്തേച്ചി വാ പോകാം. ആയിക്കോട്ടെ. ഓരോരുത്തർ വരും. ഈ വാസുദേവനെ തിരക്കി ഇപ്പം എത്ര പേര് വന്നു ഇവിടെ. അങ്ങനെ എന്തിനാണ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പോയത്? അതുകൊണ്ടെന്താ, അങ്ങേരുടെ വീട് ഇപ്പം എനിക്ക് കയറി എടുക്കാൻ പറ്റിയല്ലേ കൊച്ചു കൂടിയിട്ട്. വാസുദേവൻ പറ്റിയുടെ വീട് ഇത് തന്നെയാണോ? നമ്മളിപ്പോൾ വരുന്ന വഴി ഒരാൾ കാണിച്ചു തന്നിട്ട് ഇനി ഇങ്ങോട്ടാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ ആയിരിക്കും അല്ലേ? കണ്ടിട്ട് പക്ഷെ ആകെപ്പാടെ ഒരു പേടി. പിള്ളേർ നമ്മളോട് പറഞ്ഞപ്പോൾ എന്തോ വഴക്കായിരുന്നു. അവർ വന്നായിരുന്നെങ്കിലോ? നോക്ക്, ആകെപ്പാടെ ഒരു പേടിയുള്ള ഒരു ചുറ്റുപാട്. എല്ലാവരും വന്ന് പേടിച്ചേനെ.
ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് നോക്കാം. ഇത് കോളിംഗ് ബെല്ലുള്ള വീട് തന്നെയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ആരാ? ഇവിടുത്തെ വേലക്കാരനാന്ന് തോന്നുന്നു. ചേട്ടാ, ഞങ്ങളാണെങ്കിൽ വാസുദേവ പോറ്റി കാണാൻ വേണ്ടിട്ട് വന്നതാ. വാസുദേവ പോറ്റിയുടെ വീട് തന്നെയല്ലേ? ആ, ഇത് തന്നെ അന്നല്ലോ. ഇത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുമായിരുന്നല്ലോ. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഒരാൾ കാണിച്ചു തന്നെ ഇങ്ങോട്ടാ വരണ്ടേന്ന് പറഞ്ഞിട്ട്. നിങ്ങളെന്താ ജോത്സ്യരെ കാണാൻ വന്നതാണോ? എവിടുന്ന് വരുവാ നിങ്ങള്? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നത്, കിഴക്കേമല എന്ന് പറയുന്ന സ്ഥലം. ഓ, അവിടുന്നാണോ വരുന്നത്? ജോത്സരുണ്ടോ ഇവിടെ? നേരത്തെ എനിക്കറിയാവുന്ന ജോത്സരെ, എന്റെ പേര് പറഞ്ഞാൽ തന്നെ അറിയാം. നളിനി എന്റെ പേര്. ആ, ശരി ശരി, നിങ്ങളെന്തായാലും അകത്തോട്ട് കയറി ചെല്ല്. ജോത്സ്യരുണ്ട് അകത്ത്. ബാ ചേച്ചി, അകത്തോട്ട് കയറാം. കയറി വരൂ, കയറി വരൂ. നമസ്കാരം പോറ്റി. നമസ്കാരം. ഇവിടെ ഇരിക്കേ. നിങ്ങൾ വരുന്നത് കിഴക്കേമലയിന്ന്. അയ്യോ, പോറ്റിക്ക് എങ്ങനെ മനസ്സിലായി? ആ പുള്ളി വന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, എന്റെ മനസ്സിൽ തോന്നി. പിന്നെ ഈ ഇരിക്കുന്ന ആളിനെ എനിക്ക് പരിചയം ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ. നേരത്തെ തിരുമേനി എന്റെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് വന്നത്. ഞങ്ങളിപ്പോ ഒരു ചെറിയ പ്രശ്നത്തിലാ. അതെ അതെ അതെ. എന്താ പ്രശ്നം, പറഞ്ഞോളൂ. തിരുമേനി, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു യക്ഷിപ്പനിയുണ്ട്. ആ പനയുടെ മൂട്ടിക്കൊണ്ടാക്കി നമുക്ക് ഒരു 7 മണി കഴിഞ്ഞ പിന്നെ പുറത്തു ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. 7 മണി കഴിഞ്ഞാൽ യക്ഷി നമ്മളെ പിടികൂടും. എന്നിട്ടാണെങ്കിൽ അസ്ഥികൂടം മാത്രമേ പിന്നെ ബാക്കി കാണുള്ളൂ. നേരത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ അസ്ഥികൂടം ആക്കി ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഇന്നലെ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു ചിന്നെന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളിക്കാരൻ ഇതുപോലെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ, സ്വാമി നമ്മുടെ അസ്ഥികൂടം ആക്കി ഇട്ടേക്കുന്ന യക്ഷി. ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. ആദ്യം കുറച്ച് ഗൗരവമുള്ളതാണല്ലോ അപ്പൊ. ഞങ്ങൾ നേരത്തെ ഇതിനൊരു പരിഹാരം കാണേണ്ടതായിരുന്നു തിരുമേനി. നാട്ടുകാർ മൊത്തം ഒന്ന് ഉഷാറായിട്ട് നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു തീരുമാനം എടുക്കാഞ്ഞത്. ഇപ്പം അതുകൊണ്ടല്ലേ ഇപ്പം ചിന്നൻ ഇപ്പം ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. നളിനിയാ പിന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ജോത്സ്യരുണ്ട്, കൈമപ്പെട്ടൊരു ജോത്സ്യരാ, അപ്പോൾ അതുകൊണ്ട് പരിഹാരം കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നളിനി അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഞാൻ ഇടപെടുന്ന ഏതൊരു കേസും ജയിച്ചിട്ടേ ഉള്ളൂ. അതറിയാം നളിനിക്കല്ലേ? അതെ തിരുമേനി. ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കട്ടെ. ധീം ദീനദാനി ബന്ധോ സദൈതാ നീൻ വാനി സിദ്ധി ഗീതാംബയാതയാ. കാര്യം കുറച്ച് ഗൗരവമേറിയത് തന്നെ കേട്ടോ. അതായത് ഈ പറഞ്ഞ യക്ഷിയില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വെറും യക്ഷി മാത്രമല്ല, അത് പകുതി മനുഷ്യനും പകുതി യക്ഷിയായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും. ഈ പകുതി മനുഷ്യനോ? അതെ. നിങ്ങൾക്കാണെങ്കിലേ വേളിപുരം കൊട്ടാരം അറിയുമോ? അറിയാം ജോത്സ്യരെ, വേളിപുരം കൊട്ടാരം അറിയാം. അവിടെയാണെങ്കിൽ എപ്പോഴും താമസക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ വരും. അവിടെ ആണെങ്കിൽ പക്ഷെ ഭരണമൊന്നും നടക്കുന്നില്ല. അവർ പണ്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ആ കൊട്ടാരത്തിൽ താമസിക്കുന്നത്. തലമുറകളായിട്ടുള്ളവർ ഇപ്പോൾ താമസിക്കുന്നുണ്ട് അവിടെ. നിങ്ങളുടെ അടുത്ത് ആ പനയിലുള്ള യക്ഷി എവിടുത്തെന്നറിയുമോ? ആ കൊട്ടാരത്തിലൊരു അംഗം വരുന്നു, വേളിപുരം കൊട്ടാരത്തില്. അതെയോ ജോത്സ്യരെ? അതായത് ഈ വേളിപുരം കൊട്ടാരമായിട്ട് ഈ യക്ഷിക്കാണെങ്കിൽ ബന്ധമുണ്ട്. ഈ വേളിപുരം കൊട്ടാരത്തിൽ രാജാവ് അവിടുത്തെ ഒരു അടിച്ചുകളിക്കാരിയായിട്ട് ഇഷ്ടത്തിലായി. അവസാനം ഇവർക്കാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി. പക്ഷെ അത് ഭാര്യയ്ക്ക് അറിയത്തില്ലായിരുന്നു. രഹസ്യമായിട്ടാണ് ഈ കുഞ്ഞുണ്ടായത്. അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ രാജാവിൻ്റെ കുഞ്ഞാന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയോ? ഈ അടിച്ചുകളിക്കാരിയെയും അവരുടെ കുഞ്ഞിനെയും കൂടെ അവിടുന്ന് പറഞ്ഞു വിട്ട്. എന്നിട്ട് ഈ രഹസ്യം ഒരിക്കലും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ രാജാവ്? അവിടുത്തെ ഭടന്മാരെ പറഞ്ഞു വിട്ടിട്ട് ഇവർ 2 പേരെ ഇല്ലാതാക്കി. അങ്ങനെ അവരവിടുന്ന് പോകുന്ന വഴിക്ക് 2 പേരെ ഭടന്മാരില്ലാതാക്കി. അങ്ങനെ പക്ഷെ അവളുടെ മകളാണെങ്കിൽ യക്ഷിയായിട്ട് മാറുകയും ചെയ്തു. അതായത് പകുതി മനുഷ്യനും പകുതി യക്ഷിയായിട്ട് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു അംഗത്വം ഉള്ളിടത്തോളം കാലം അവർക്ക് അവിടെ ജീവിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അവിടുത്തെ രാജാവിൻ്റെ മകളായിട്ട് ജീവിക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ലല്ലോ. ആ ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കിടക്കുക. പക്ഷെ ആ ആഗ്രഹം നടക്കാത്തോണ്ടാ അതുവഴി പോകുന്നവരെയൊക്കെ ഈ യക്ഷി ഇല്ലാതാക്കുന്നത്. എന്താ അപ്പോൾ ജോത്സ്യർ ഇതിനൊരു പരിഹാരം? എന്തായാലും ഞാൻ ആ പനയുടെ ചവിട്ടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ എന്തായാലും യക്ഷിയെ കാണട്ടെ. എന്തായാലും പകുതി മനുഷ്യനായിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ അവരോട്. എനിക്കെന്തായാലും അവരോട് സംസാരിക്കാൻ പറ്റും. ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ വരാം. ശരി ജോത്സ്യരെ. നമുക്ക് വഴി തെറ്റിയോ? കുഴപ്പമില്ലടി, വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകാം. നീ പറ, നമ്മൾ കറങ്ങിയ സ്ഥലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ കറങ്ങിയ സ്ഥലം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. ബോയ് ഫ്രണ്ടിന്റെ കൂടെ തന്നെ കറങ്ങാൻ പോയെന്ന് എന്റെ വീട്ടിലറിഞ്ഞ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല. പിന്നെ അതിനെന്തുവാടി, ഇപ്പൊ സർവ്വസാധാരണ അതൊക്കെ ബോയ് ഫ്രണ്ടിനോട് കറങ്ങാൻ പോകുന്നൊക്കെ. ആദ്യമായിട്ട് നടക്കില്ല ഇതൊക്കെ. വഴി ഏതെന്ന് ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ തീരുമാനിക്കുക കണ്ട സ്ഥലം കൊള്ളാൻ പറ്റുന്നുള്ളതൊക്കെ. ചന്ദ്രൻ ചേട്ടൻ പൂർണ്ണനായിട്ട് ഉദിച്ചിരിക്കുക. ഇനിയിപ്പോ വെട്ടമുണ്ട് വെളിച്ചമുണ്ട്, നമ്മളതിന് വേറെ എന്തെങ്കിലും മേടിക്കേണ്ട ആവശ്യം. നീ മുന്നോട്ട് നടക്ക്, നമുക്ക് വഴിയൊക്കെ കണ്ടുപിടിക്കാം. ഒരുപാട് ലേറ്റ് ആയിരുന്നു. 8 മണിക്ക് മുന്നേ എനിക്ക് വീട്ടിലെത്തേണ്ടതാ. അതൊക്കെ നിന്നെ ഞാൻ എത്തിക്കാടി വീട്ടിൽ. 8 മണിക്ക് മുമ്പല്ല, 7 മണിക്ക് മുന്നേ ഞാൻ വീട്ടിലെത്തിക്കാം നിന്നെ. പിന്നെ 7 മണിക്ക് മുന്നേ വീട്ടിൽ എത്തിക്കാറ്. ഇപ്പൊ സമയം എത്രയാണെന്നുണ്ടാ? 7 മണിയായി. നീ വേഗം നടക്കും അങ്ങോട്ട്. ചേച്ചി ചോദിക്കാൻ വഴി ഇങ്ങോട്ടാന്നുള്ളത്. ചേച്ചി, ഞങ്ങൾക്കാണെങ്കിലേ ടൗണിൽ വരെ പോകാൻ വേണ്ടിട്ടാ. ഇവിടെ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും? ഞങ്ങള് കാടിനുള്ളിലായി പോയി പെട്ടുപോയി. പെട്ടുപോയോ നിങ്ങള്? പേടിക്കണ്ടെന്നേ, നിങ്ങൾക്ക് ടൗണിലല്ലേ പോകാനുള്ളത്. അതെ ചേച്ചി, ഞാൻ എത്രയും പെട്ടെന്ന് വഴി കാണിച്ചതാ. അയ്യോ, ഞങ്ങൾ ആകെപ്പാടെ അങ്ങോട്ടായിട്ട് കറങ്ങി നടക്കുക കുറെ നേരം കൊണ്ട്. അല്ല, നിങ്ങൾ രണ്ടാളും ഈ കാട്ടിലൂടെ പോയതാ? അയ്യോ ചേച്ചി, ഞങ്ങളാണെങ്കിൽ ഫ്രണ്ട്സാ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. അങ്ങനെ കറങ്ങി ഇവിടെ തന്നെ ഇന്നും കറങ്ങുക.
എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ഇതുവരെ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ പുതിയതായിട്ടുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് ചോദിച്ചത്. എന്തെങ്കിലും കുടിക്കാൻ പിന്നെ വേണോ? ചെറിയ ദാഹമുണ്ട്, പക്ഷെ സമയമില്ല ചേച്ചി കുടിക്കാനൊന്നും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കുക ചേച്ചി, പെട്ടെന്ന് കുടിച്ചിട്ട് പോകാം. എനിക്കൊക്കെ നല്ല ദാഹമുണ്ട്. ഞങ്ങളായി കുറേ നേരം കാട്ടിൽ തന്നെ ആയിരുന്നല്ലോ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും എവിടെ കടകളൊന്നും കാണുന്നില്ല. കാട്ടിൽ പിന്നെ കടയൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ചേച്ചി കുടിക്കണ്ട, കുടിച്ചിട്ട് പോകാം എന്തായാലും. ആ ശരി ശരി, ഞാൻ ഇപ്പം എടുക്കാം. നിങ്ങൾ ഈ ചുണ്ണാമ്പുണ്ടോ? ഞങ്ങളെ ചുണ്ണാമ്പൊന്നുമില്ല ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഇല്ല, കടകളൊന്നും ഇല്ലല്ലോ ഇവിടെ. പിന്നെ അങ്ങനെ ചുണ്ണാമ്പ് എന്തിനാ ചേച്ചിക്ക്? ചുണ്ണാമ്പില്ലല്ലേ? അയ്യോ, ചുണ്ണാമ്പ് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾക്ക് ചുണ്ണാമ്പ് ജ്യൂസ് എടുക്കായിരുന്നു ഇപ്പൊ. ചുണ്ണാമ്പ് ജ്യൂസോ? ഞാൻ എന്നിട്ടൊക്കെ ചുണ്ണാമ്പും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കേ. ആ എന്നാ പിന്നെ ശരി, വേറെ എന്തെങ്കിലും ജ്യൂസ് ഞാൻ എടുത്തു തരാം. എടി അവർക്ക് വട്ടാടി. എന്താ എനിക്ക് വട്ടാകുന്നു? നിങ്ങൾക്ക് ജ്യൂസ് എടുക്കാൻ പോയി എന്നെ വേണമല്ലോ നല്ലത്. വട്ടാന്ന് ഞാൻ എന്താ പറഞ്ഞു? വട്ടാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളെ? ആരും ഇങ്ങനെ പനയൊക്കെ തലകേട്ട് നിൽക്കുവോ? ഞാൻ അതോട്ട് കാണുമെന്നല്ലോ. നിങ്ങൾക്ക് വട്ടാ വട്ടാ വട്ടാ. തലക്കിട്ട് അടി വെച്ചിരും. തള്ള നിങ്ങൾ എന്ത് കാണിക്കുന്നത്? എന്തിനാ എന്റെ പെണ്ണിന്റെ തലക്കടിച്ചേ? ഞാൻ ഇനി ചെയ്യും അത്. ഞാൻ ആരാന്നറിയത്തില്ല നിങ്ങൾക്ക്. ഇവർക്കായിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ട് പോവാം. എന്താ പറഞ്ഞേ? അയ്യോ എന്റെ തലക്കിട്ട് അവരടിച്ചേ. എങ്ങോട്ട് രക്ഷപ്പെടാൻ? നിങ്ങളൊന്ന് മാറിക്കേ, ഞങ്ങൾ ഞങ്ങളുടെ വാട്ടിന് പോട്ടെ. ഞങ്ങളങ്ങ് വെറുതെ വിട്ടേരെ. വെറുതെ വിടാന്ന്? 7 മണി കഴിഞ്ഞ് ഇതുവഴി വന്നവരെ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ? ഞാൻ കാണിച്ചു തരണോ എന്നെ? പറ, കാണണോ? കാണണം നിങ്ങൾക്ക് എന്റെ യഥാർത്ഥ രൂപം? ഓ ഇതെന്ത് കഷ്ടമെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് വെറുതെ വിടും നിങ്ങള്. ഞാൻ അങ്ങനെ ആരെയും വെറുതെ വിട്ടിട്ടില്ല ഇതുവഴി വരുന്നവരെ, അതും 7 മണിക്ക് ശേഷം വരുന്നവരെ. അയ്യോ യക്ഷി, അയ്യോ യക്ഷി, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ. ഇപ്പം മനസ്സിലായോ ഞാൻ ആരാന്ന്? നിന്നെയൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കാവ്യ എഴുന്നേക്കടി, നമുക്ക് ഓടിപ്പോവാം. അയ്യോ അവള് ബോധം കെട്ട് വീണല്ലോ. ഇപ്പൊ നിന്നെയൊക്കെ ഞാൻ അസ്ഥികൂടമാക്കും. നിർത്തൂ നിന്റെ അട്ടഹാസം. ഒരു സ്വാമി വന്നല്ലോ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഈ കുട്ടി ബോധം കെട്ട് വീണല്ലേ. എടി പിന്നെ ബോധം കളല്ലേടി. എടി ഒരു സ്വാമി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ സ്വാമി മാത്രമല്ലല്ലോ, 2-3 ചേച്ചിമാരുണ്ടല്ലോ. ഈ ചേച്ചിമാർ എന്നെ ഇവിടെ എത്തിച്ചത്. മക്കളെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തെ വരാ? അത് പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരുവാ. ഞങ്ങൾ ഫ്രണ്ട്സാ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇതുവഴി പോയതാ. ഇവിടെ വന്ന് പെട്ടപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ യക്ഷിയുടെ കയ്യിൽ ഞങ്ങൾ വീണത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കാത്തിരിക്കുമായിരിക്കുമല്ലോ. അതെ, യക്ഷിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ നോക്ക്. ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടോ ഫ്രണ്ട്സ് ഒന്നും. ഞങ്ങളിപ്പോൾ എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായാലേ? ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നവർക്ക് ഇങ്ങനത്തെയൊക്കെ ദുരവസ്ഥയൊക്കെ ഉണ്ടാവും കേട്ടോ. ശരി ചേച്ചി. എത്ര ലാഘവത്തോടെ നിങ്ങൾ അവരെ പറഞ്ഞയച്ചത്. എന്റെ ഇരകളെ നിങ്ങൾ ഇല്ലാതാക്കി. നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തന്നെ തരും. നീ അടങ്ങ്. നിങ്ങൾ എന്തിനാ വന്നത് ഇവിടെ? നിങ്ങൾ പോ. ഇല്ലില്ല, നീ മനുഷ്യരൂപം എടുക്കൂ. ഞാൻ മനുഷ്യരൂപം എടുക്കാനോ? നിങ്ങളുടെ പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ പോ. സ്വാമികളുണ്ടാ യക്ഷി കണ്ടപ്പോ ഞാൻ ബോധം കെട്ട് വീഴാൻ എന്തായാലും. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ വന്നതല്ല, എന്നെ എത്തിച്ചതാ. വേളിപുരം കൊട്ടാരത്തിലെ രാജാവിന്റെ മകളാ ഞാൻ. പക്ഷെ എനിക്ക് ജീവിക്കാൻ യോഗം കിട്ടിയത് ഇവിടെയാ, ഈ പനമരത്തിന്റെ ചുവട്ടില്. അതുകൊണ്ട് ആരെയും ഞാൻ ഇതുവഴി വിടത്തില്ല. എല്ലാരും ഞാൻ വകവരുത്തും. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് പറയൂ. പണ്ട് വേളിപുരം കൊട്ടാരത്തിൽ അടിച്ചു കളിക്കാൻ വന്ന ഒരു അടിച്ചു കളിക്കാരുടെ മകളാ ഞാൻ. അതായത് അവിടുത്തെ രാജാവിൽ പിറന്ന മകൾ. എന്റെ അച്ഛൻ രാജാവായതുകൊണ്ടും എന്റെ അമ്മ അടിച്ചു കളിക്കാരി ആയതുകൊണ്ടും എന്റെ അമ്മ അംഗീകരിച്ചിട്ടേ ഇല്ല. എന്നെ അംഗീകരിച്ചില്ല. മകളായിട്ട് എന്നെ ഒരു നോക്ക് കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് എന്റെ അമ്മയെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഈ രഹസ്യ വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടുപേരെ ഞങ്ങളുടെ സ്വന്തം അച്ഛനായ രാജാവ് ഇല്ലായ്മ ചെയ്തു. ആ കൊടും ക്രൂരതയിൽ നിന്ന് ഞാനൊരു വടയക്ഷിയായിട്ട് മാറിയത്. എൻ്റെ പിതാവായ രാജാവ് എന്നെ അമ്മ അവിടുന്ന് ചതിച്ചാണ് ഇറക്കി വിട്ടത്. ഞങ്ങൾക്ക് മറ്റൊരു ഹൗസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ഹൗസോ? അതെ, വീട്. ഞങ്ങൾക്ക് മറ്റൊരു വീട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കിയത്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ എന്നെ എൻ്റെ അമ്മയും ചതിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ ഈ പനമരത്തിൽ കിടന്ന് എല്ലാവർക്കും ഞാൻ പക വീട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ ആരെ ഇവിടെ കിടന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? നീ പറ. നീ എന്നെ ഞങ്ങളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഈ നാട്ടുകാരെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഞങ്ങളാരും അല്ലല്ലോ നിനക്ക് ഈ ഗതി വരുത്തിയത്. ആ രാജാവല്ലേ? അതിന് രാജാവിനുള്ളത് നീ പക വീട്ടേണ്ടത്. അതിന് ഈ പാവപ്പെട്ട നാട്ടുകാരുടെ നീ എന്തിനാ കാണിക്കുന്നത്? എനിക്കില്ലാത്ത സൗഭാഗ്യം ആർക്കും വേണ്ട. നീ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറ. എനിക്ക് ആ കൊട്ടാരത്തിൽ താമസിക്കണം, അതാ എൻ്റെ ഒരു ആഗ്രഹം. ഈ കൊട്ടാരത്തിൽ താമസിക്കാനോ? ആ കൊട്ടാരത്തിൽ ഇപ്പോഴും താമസക്കാരുണ്ട്. അവരുടെ തലമുറകൾ എപ്പോഴും താമസമുണ്ട്. നീ യക്ഷിയല്ലേ, നീ എങ്ങനെ അവരുടെ ഒപ്പം താമസിക്കും? ഞാൻ പകുതി മനുഷ്യനാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതെനിക്കറിയാം. എങ്കിൽ ഞാൻ അവിടെ പോയി ജീവിച്ചോളാം, എൻ്റെ ആഗ്രഹം അനുസരിച്ച്. എന്നാ നീ പൊക്കോളൂ, പക്ഷെ ഒരു ഉറപ്പ് തരണം, അവിടെ ഉള്ളവരൊന്നും ഉപദ്രവിക്കരുത്. എന്നാൽ നിങ്ങളൊരു ഉറപ്പ് എനിക്ക് തരണം. കാരണം എൻ്റെ അച്ഛൻ എന്നെ ചതിച്ചതാ. അതുകൊണ്ട് നിങ്ങളിനി എന്നെ വഞ്ചിക്കത്തില്ലെന്ന് എനിക്കെന്താ ഉറപ്പ്? ആരെയും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ജോത്സ്യനായി നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ എവിടെ വരാൻ? വേളിപുരം കൊട്ടാരത്തിൽ ഞാൻ താമസത്തിന് പോകുമ്പോൾ നിങ്ങളും ഉണ്ടാവണം എൻ്റെ കൂടെ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളൊപ്പം ഈ നാട്ടുകാരിൽ 1, 2, 3, 4 പേരോ. അയ്യോ, അത് നടക്കുന്ന കാര്യമില്ല. ഈ നാട്ടുകാരും വരാൻ പോകുന്നില്ല. യക്ഷിയെ നിന്റെ കൂടെ ആര് വരും? ഞാൻ വരാം, എനിക്ക് നിന്നെ പേടിയില്ലല്ലോ. അല്ലാതെ ഈ നാട്ടുകാരൊന്നും വരത്തില്ല. പക്ഷെ നീ അവിടെ ചെന്നിട്ട് അവരോട് പറയരുത് യക്ഷി എന്നുള്ള കാര്യമൊന്നും. അവരാരും അറിയാനും പോകരുത്, ആ കൊട്ടാരത്തിലുള്ളവർ. അപ്പോൾ ഞാൻ എന്തായാലും നിന്റെ കൂടെ വരാം. എന്നാ നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഒരാഗ്രഹവും. എൻ്റെ ആഗ്രഹവും നടക്കണ്ട. ഞാൻ ഈ പനമരത്തിൽ തന്നെ നടന്നോളാം. എന്നിട്ട് ഇതുവഴി വരുന്നവരെല്ലാം ഞാനിങ്ങനെ വകവരുത്തി അസ്ഥി കൂടെ ബാക്കി ഇവിടെ തൂക്കിയിടും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ജോത്സ്യന് പേടിക്കണ്ട, ഞാൻ വരാം. ഞാനും ഒപ്പം വരാം. 3, 4 പേര് വേണമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഞാനും വരാം. എൻ്റെ മോളും ഞാനും ഉണ്ടാവും. നിങ്ങളെല്ലാം പറഞ്ഞത് സത്യമാണോ? അതേ തിരുമേനി, സത്യം. എന്തായാലും ഞാൻ വരുമ്പോൾ എൻ്റെ മോളും കാണുമല്ലോ. അതുപോലെ തന്നെ ശാരദയുടെ മോളും കാണുമായിരിക്കും. മോളും മോനും വരും. ഞങ്ങളെല്ലാവരും റെഡിയാ. നമുക്ക് എല്ലാവർക്കും പോകാം. കാരണം ഈ നാട്ടുകാരുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. വരും എന്ന് പറഞ്ഞ് വന്നിരിക്കണം, അല്ലാതെ എന്നെ ചതിക്കരുത്. ഇല്ല, അവർ ചതിക്കത്തില്ല, ഞാനും ചതിക്കത്തില്ല നിന്നെ. ഞങ്ങളെല്ലാവരും ഒപ്പം നിന്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ എത്ര കാലം നിന്റെ കൂടെ ജീവിക്കണം? ജീവിതം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കണോ? ഒരിക്കലും ഇല്ല. എൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നത് വരെ നിങ്ങൾ അവിടെ ഉണ്ടാവണം. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നും പോകണോ വേണ്ടെന്ന് പറയാൻ. അപ്പോൾ നിങ്ങൾ മടങ്ങിക്കോളൂ. ശരി, സമ്മതിച്ചു. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ മടങ്ങാം. ദേ വരുന്നു മൂവർ സംഘം. എവിടായിരുന്നു ഇത്ര നേരം? ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും വീട്ടിൽ കാണാനില്ല. ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആരെയും കാണാത്തോണ്ട് ഞാൻ നോക്കി ഇറങ്ങിയതാ. അമ്മണിയെ കാണില്ല. എനിക്ക് തോന്നി അപ്പൊ നിങ്ങളെല്ലാവരും എങ്ങോട്ടല്ലേ ഇറങ്ങി കാണുമായിരിക്കുന്നു. എന്താ മാളൂട്ടിയുടെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നും പറയണ്ട. മാളൂട്ടി എന്താണ്ട് കുട്ടുമോന് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മമാരെ കാണുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എന്താണ്ട് ഇപ്പൊ പുറത്തിറങ്ങിയത് ഈ പിള്ളേരുടെ ഒന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ രാവിലെ പോയതല്ലേ? എന്നിട്ട് ഇത്രയും താമസിച്ചില്ലയോ വരാന്? അയ്യോ, അമ്മ കഷ്ടപ്പെട്ടല്ലേ. അമ്മ ഏൽപ്പിച്ചിട്ട് പോകണ്ടായിരുന്നു എല്ലാരെയും കൂടെ. അമ്മ ആകെപ്പാടെ പാട് വിട്ടെന്ന് പിള്ളേരെല്ലാം കൂടെ മേയ്ക്കാന്. പിന്നെ അല്ലാതെ പിള്ളേർ കിടന്ന് കരച്ചിലോട് കരച്ചിൽ. ആരെ സമാധാനിപ്പിക്കും ഞാന്? ഞങ്ങൾ പിന്നെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിട്ട് പുറത്തിറങ്ങിയതാ. കുട്ടുമാന്റെ മാളൂട്ടിയുടെ കരച്ചിലായിട്ട് ചെവി അടിച്ചു പോയെന്റെ. അതിരിക്കട്ടെ, ഇത് പറ, നിങ്ങൾ പോയ കാര്യം എന്തായി? ഞങ്ങൾ പോയ കാര്യം എന്തായാലും സക്സസ് ആയി. ആ വാസുദേവൻ പോറ്റിയെ വളരെ കേമപ്പെട്ട ജോത്സ്യരാന്ന് ഞാൻ പറഞ്ഞില്ലേ? കറക്റ്റ് ആയിരുന്നു കേട്ടോ നളിനി പറഞ്ഞ കാര്യം. കാരണം എന്തെന്നറിയോ, ഞങ്ങളാണെങ്കിൽ പോറ്റിയുള്ള ചെന്നപ്പോഴത്തേക്ക് പോറ്റി തന്നെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കിഴക്കേമന ഉള്ളവരില്ലെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ യക്ഷിയുടെ കഥകളൊക്കെ പറഞ്ഞു തന്നു. ആ യക്ഷിയാണെങ്കിൽ പണ്ടാണെങ്കിലേ വേളിപുരം കൊട്ടാരത്തിൻ്റെ ഒരു അംഗമായിരുന്നു. അവിടുത്തെ രാജാവിൻ്റെ മാള. രാജാവിൻ്റെ മാളെന്ന് പറഞ്ഞാൽ അടിച്ചുതളിക്കാരിയിലുണ്ടായ മാളത്. അപ്പോൾ എനിക്ക് അങ്ങനെ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയോ, ഈ രാജാവാണെങ്കിൽ ഈ അടിച്ചുതളിക്കാരെയും ആ മോളെയും കൂടെ എനിക്ക് പറഞ്ഞു വിട്ടു അവിടുന്ന്. എന്നിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരെയും വടന്മാരെ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കി. അങ്ങനെ എന്നിട്ട് ഇവർ യക്ഷിയായത്. എന്ന് വെച്ചാൽ അവർ അമ്മ യക്ഷിയായില്ല, ആ മോളെ ഇപ്പം യക്ഷിയായിട്ട് നടക്കുന്നത്. അയ്യോ, അത് കഷ്ടമാണല്ലോ. ജോത്സ്യൻ എന്നെ പറഞ്ഞ് പനമരത്തിൻ്റെ അടുത്ത് നിന്നിട്ടെങ്കിൽ യക്ഷിയെ കണ്ടിട്ടേ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. കാര്യം ഇത് അറിയാം, യക്ഷിയാണെങ്കിൽ പകുതി മനുഷ്യന് പകുതി യക്ഷിയായിട്ട് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. ജോത്സ്യൻ പിന്നെ ഞങ്ങളുടെ പനമരത്തിൻ്റെ വീട്ടിൽ വന്ന് ചെന്നപ്പോഴെന്തോന്നറിയോ, അവിടെ 2 പേര് കുടുങ്ങി കിടക്കുക. ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ. 2 പേരുടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നമ്മുടെ നാട്ടുകാരൊന്നുമല്ല, ദൂരെങ്ങാട്ടുള്ള 2 പെൺപിള്ള, ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ. അവരെന്നോട് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കാട്ടിലെ കണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവർ 7 മണി കഴിഞ്ഞപ്പോൾ ആ പനമരത്തിൻ്റെ വീട്ടിൽ എത്തിയത്. അതല്ലേ രസം. നമ്മളായിക്കുന്ന ജോത്സ്യനെ കൊണ്ട് അന്നേരം ചെന്നില്ല. അത് കണ്ട് അവരുടെ കാര്യം എന്നുള്ള ചിഹ്നൻ്റെ അതേ അവസ്ഥയായനെ. ജോത്സ്യൻ പിന്നെ ആ പിള്ളേരെ രക്ഷപ്പെടുത്തി വിട്ട്. അത് കഴിഞ്ഞിട്ട് ജോത്സ്യനാണെങ്കിൽ ആ യക്ഷിയോട് സംസാരിച്ച്. അപ്പോൾ യക്ഷി പറയുക അവർക്കാണെങ്കിൽ ആഗ്രഹമുണ്ട് വേളിപുരം കൊട്ടാരത്തിൽ ഇനി ജീവിക്കണമെന്ന്. പിന്നെ ഒരു കണ്ടീഷന് വെച്ചാൽ യക്ഷി ജോത്സ്യന് ചെല്ലണം, ഈ നാട്ടിലുള്ള 3, 4 പേരിലൂടെ ചെല്ലണം അവരുടെ താമസിക്കാൻ. എവിടെ താമസിക്കാൻ? അമ്മ യക്ഷിക്കാണെങ്കിൽ വേളിപുരം കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മളാരെങ്കിലും ചെല്ലണം. നമ്മളാരെങ്കിലും അല്ല, ഈ നാട്ടിലുള്ള 3, 4 പേരും പിന്നെ ആണെങ്കിൽ ജോത്സ്യനും കൂടെ ചെല്ലണം കുറേ നാളത്തേക്ക്. എന്നിട്ട് അവർക്ക് വിശ്വാസം വരുന്നവരെ നമ്മളവിടെ താമസിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ അവിടെ താമസിക്കണം. നമ്മളെ തിരിച്ച് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞേ. അതിന് ജോത്സ്യന് പോവോ? ഈ നാട്ടിലുള്ള ആരെങ്കിലും പോവോ? ഈ യക്ഷിയുടെ കൂടെ ആരെങ്കിലും പോയി ജീവിക്കുമോ കൊട്ടാരത്തിൽ? ആർക്കും വയ്യാന്ന് പറഞ്ഞ്. ജോത്സ്യന് പറഞ്ഞു വേണമെങ്കിൽ ജോത്സ്യന് മാത്രം ചെല്ലാന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. അത് ആ യക്ഷി പറയുക അവർ പിന്നെ ആ മരത്തിൻ്റെ വീട്ടിൽ തന്നെ കിടന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്നു പറഞ്ഞ്. പിന്നെന്താ അറിയോ, ഗത്യന്തരം എല്ലാം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാന്ന് പറഞ്ഞു പിള്ളേരെ കൊണ്ട്. അയ്യോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ഏക്കാൻ പോയത്? ഈ പിള്ളേരെ കൊണ്ട് ആ യക്ഷിയോട് താമസിക്കാൻ പോകും നിങ്ങൾ?
മോള് പേടിക്കണ്ട, അമ്മയുണ്ടല്ലോ. നമുക്ക് ഇത്രയും പേർക്ക് എന്തായാലും പോയി താമസിക്കാം. ഈ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഇന്ന് ശരി അമ്മ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാം. ചേട്ടനോട് പറഞ്ഞേക്കണേ ഈ കാര്യങ്ങളെല്ലാം. അവൻ അറിഞ്ഞ് സമ്മതിക്കുമോന്നൊന്നും എനിക്കറിയത്തില്ല. നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്തേ പറ്റുള്ളൂ അമ്മ. അതുകൊണ്ടാ യക്ഷിയെ തളക്കണമെങ്കിൽ അതേ ഉള്ളൂ മാർഗം, വേറെ ഒന്നുമില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ നമ്മളുടെ? ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചേക്കൂടാ. ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ, ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി ബാഗെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ വന്നത്. വാ, നമുക്ക് എല്ലാവർക്കും ഇങ്ങ് പോയാൽ മതി. ഓ, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പോകാം നമ്മണി. അവരിപ്പോൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ. ഇവരിപ്പോൾ ചെന്ന് യക്ഷിയെ തളച്ചില്ലെങ്കിൽ നാട്ടുകാർ മൊത്തം ആ യക്ഷി ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞാലും നമ്മൾ ഒരു സമയത്ത് അതുവഴി പോയാലോ? 7 മണി കഴിഞ്ഞ് ആരതുവഴി പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അവർ പോട്ടെ. ഇതല്ലേ എന്റെ വേളിപുരം കൊട്ടാരം. എന്റെ ആഗ്രഹം നടക്കാൻ പോവാ. അയ്യോ, യക്ഷിയെ കണ്ടോ? അയ്യോ, എന്റെ മുട്ട് കൂട്ടിയിരിക്കുന്നു വിറച്ച്. അമ്മേ, പേടിയാ യക്ഷിയെ. മോളെ പേടിക്കണ്ട, ജോത്സ്യരുണ്ടല്ലോ. നിന്റെ ആഗ്രഹം പോലെ വേദിപുരം കൊട്ടാരത്തിലേക്കാണ് നിന്നെ കൊണ്ടുവന്നേക്കുന്നത്. ചില നിബന്ധനകൾ നീ അനുസരിച്ചേ മതിയാകൂ. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാനിപ്പോ യക്ഷിയല്ല, ഞാനിപ്പോ കന്യകയാ. പക്ഷെ നിന്റെ തനി സ്വരൂപം നീ ഒരിക്കലും എടുക്കാൻ പാടില്ല ഇവിടെ വന്നിട്ട്. എന്റെ ആഗ്രഹം നടക്കുന്നത് വരെ ഞാൻ ആ സ്വരൂപം എടുക്കില്ല. പക്ഷെ എന്റെ ആഗ്രഹത്തിന് എന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ തനി സ്വരൂപം ഞാൻ എടുക്കും. നിന്റെ ആഗ്രഹം എന്താ? ഇവിടെ താമസിക്കണമെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇവിടെ വേലക്കാരിയായിട്ട് വേണം നിൽക്കാൻ. ഈ കൊട്ടാരത്തിലുള്ളവർക്കൊന്നും നിന്നെ അറിയില്ല. നിന്നെ ഒരു വേലക്കാരിയായിട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളോട് എല്ലാവരോടും കൂടാ പറയുന്നത്. ഇത് യക്ഷിയാന്നുള്ള കാര്യം ഈ കൊട്ടാരത്തിലുള്ള ഒരു കുഞ്ഞുപോലും അറിയാൻ പാടില്ല. ഇല്ല ജോത്സരേ, കുട്ടികളുടെ വായിന്ന് പോലും അറിയാതെ അങ്ങനെ ഒരു രഹസ്യം പുറത്തു വരരുത്. ഇല്ലില്ല, ഞങ്ങളൊന്നും പറയില്ല ആരോടും. ഒരു നിബന്ധന കൂടിയുണ്ട്. കൊട്ടാരത്തിന്റെ ഏറ്റവും അകത്തളങ്ങളിലേക്ക് നീ കയറാൻ പാടില്ല. ഇല്ല, ഞാൻ കയറില്ല. ഞാൻ കൺകുളിർക്കൊന്ന് കാണട്ടെ എന്റെ കൊട്ടാരം. അയ്യോ, കൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഉവ്വ്, ഓർമ്മയുണ്ട് തിരുമേനി. തമ്പുരാന് നമസ്കാരം. നമസ്കാരം. അയ്യോ, എന്നെ തമ്പുരാനൊന്നും വിളിക്കണ്ട. എന്റെ പേര് മഹാദേവൻ, അങ്ങനെ വിളിച്ചാൽ മതി. ആ, ഞാൻ എനിക്ക് ഒരു വേലക്കാരി കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ആള്. നമസ്കാരം. എവിടെയാ സ്ഥലം? കിഴക്കേമല. പനക്കിഴക്കേ മലയോ? അല്ലല്ല, കിഴക്കേമല. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ദേവസേന. ആ പേരും ആളും ചേരുന്നുണ്ട്, കാരണം അത്രയും സുന്ദരിയാ. അല്ല, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാ. ദേവസേന ഞങ്ങൾക്ക് പരിചയമുണ്ട്. പിള്ളേർക്കാണെങ്കിലേ കൊട്ടാരത്തിൽ വന്ന് കുറച്ചാൾ നിൽക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അവർ കൊട്ടാരത്തിലൊന്നും താമസിച്ചിട്ടില്ല. അപ്പോൾ ദേവസേന ഞങ്ങൾക്ക് പരിചയമുള്ള നേരത്തെ തന്നെ. അപ്പോൾ ദേവസേന ചേച്ചി ആണെങ്കിൽ കൊട്ടാരത്തിൽ പോകല്ലേ, അപ്പോൾ ഞങ്ങളെ കൂടെ കുറച്ചാളൊന്ന് അവിടെ താമസിപ്പിക്കുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങളോട് വന്നതാ. ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കുന്നതിനെല്ലാം പ്രശ്നം വല്ലതും ഉണ്ടോ? അയ്യോ, അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുമല്ലേ. ഇവിടെ ആണെങ്കിൽ അന്തേവാസികളൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നീ എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാം കേട്ടോ. മഹാദേവൻ തമ്പുരാൻ ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, എന്നെ തമ്പുരാന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മഹാദേവൻ എന്ന് വിളിച്ചാൽ മതി. അതായത് ഈ വേലക്കാരിയെ ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറ്റാൻ പാടില്ല കേട്ടോ. പുറത്തുള്ള ജോലികളൊക്കെ ചെയ്തോളൂ, അല്ലാതെ അകത്തളങ്ങളിലേക്ക് കയറ്റാൻ പാടില്ല. അതിനെന്താ? അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആചാരമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കയറാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അതിനുള്ള പ്രതിവിധികളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇവർക്ക് അതിനായിട്ടുള്ള ഒരു കുറച്ചിൽ വരുന്നത്. അല്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, തമ്പുരാനൊന്നും ഒരു പ്രശ്നം വരത്തില്ല. ഇവർക്കായിരിക്കും അതിൻ്റെ ഒരു കുഴപ്പം അകത്ത് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വേലക്കാരികൾ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറുവാണെങ്കിലേ ശാപം കിട്ടും ഇവർക്ക്. ശാപം ഇവർക്കാണ്, ഞങ്ങൾക്കാണ് കിട്ടുന്നത്. ഈ വേലക്കാരിക്കായിരിക്കും ശാപം കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. വേലക്കാരി ഇതാ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്താൽ മതി, അകത്തളങ്ങളിലേക്ക് കയറണ്ട കേട്ടോ. അയ്യോ, വേലക്കാരി ഞാൻ വിളിച്ചതിന് ക്ഷമിക്കണം കേട്ടോ. ദേവസേന എന്നാൽ പുറത്തുള്ള ജോലികൾ ചെയ്താൽ മതി കേട്ടോ. കേട്ടു. എന്നാൽ പിന്നെ അകത്തോട്ട് വാ, ഞാൻ അടുക്കളയൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ വന്നു കേട്ടോ. ഇവരെ അകത്തളങ്ങളിലേക്ക് കയറുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് എവിടെ വേണമെങ്കിലും കയറാം. എന്നാൽ ശരി, എല്ലാവരും വാ. നിങ്ങൾ നടന്നോ കേട്ടോ, അകത്തോട്ട് നടന്നോ. ശരി ശരി. സൂപ്പർ, കൊട്ടാരത്തിന്റെ അകത്തളം കണ്ടോ, എന്ത് രസാ. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കൊട്ടാരത്തിനകത്ത് കയറുന്നല്ലേ. ഈ ചേച്ചി എന്തോന്ന് പറയാം, നമ്മൾ എവിടെ കഴിഞ്ഞ് കാണാൻ പോയിട്ടുണ്ട് കൊട്ടാരങ്ങളൊക്കെ, നമ്മൾ അതിനകത്ത് കയറിയിട്ടില്ലേ? അല്ല, കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്രയും അകത്തളത്തില്ലേ, ഇതിപ്പം ഇവരുടെ പ്രൈവറ്റ് റൂമൊക്കെ അല്ലേ, അങ്ങനെ ഉള്ളിടത്തൊന്നും പ്രവേശനം ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ കൊട്ടാരമൊക്കെ കാണാൻ പോകുന്നിടത്തേ. ഇത് പക്ഷേ ഇവരുടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലമായിട്ടല്ലേ ഈ റൂമിലൊക്കെ ഇവർ കയറ്റുന്നത്. വാസുദേവൻ പോറ്റി വരുന്നു. അവിടെ നിന്നോ. എനിക്കാണെങ്കിൽ പ്രധാനമായിട്ടൊരു കർമ്മം ചെയ്യാനുണ്ട് ഇവിടെ. എന്താ തിരുമേനി? ആ കർമ്മം ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും ആ യക്ഷി അകത്താക്കും. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സോം തീന്ദ്രവായ ബിന്ദു, സോം തീന്ദ്രവായ ബിന്ദു. കഴിഞ്ഞു തിരുമേനി. എന്താ ഞാനിപ്പോ ഇവിടെ ചെയ്തെന്നറിയോ? ഇവിടെ ഇപ്പൊ രാണി എന്താ അറച്ചു വെച്ച്, അതാ യക്ഷിയുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അവളെ ആവാഹിച്ച് വെച്ചേക്കോ ഈ ആണിക്കകത്ത്.
ആഹാ, തിരുമേനി വെറുതെ അല്ലല്ലോ പറഞ്ഞത്. അകത്തളങ്ങളിലേക്ക് ആ യക്ഷി കയറരുത് അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അകത്തളത്തേക്ക് കയറരുതെന്ന്. അവൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ തറച്ചു വെച്ചേക്കുന്ന ആണി അവളുടെ കണ്ണിപ്പെടും. അത് കണ്ടു കഴിഞ്ഞാൽ അവൾ ദൂരി എടുത്തിട്ട് നമ്മളെ എല്ലാവരുടെയും കാര്യം പിന്നെ പറയണ്ടല്ലോ. അവൾ പിന്നെ സ്വതന്ത്രയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും വെച്ചേക്കത്തില്ല. അയ്യോ അപ്പൊ ആ യക്ഷി ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാരും ശ്രമിക്കണം. ഓ, യക്ഷി ഇവിടെ കയറുമെന്ന് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം യക്ഷിയെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് കയറരുത്. പിന്നെ അല്ലെങ്കിൽ ആ കൊട്ടാരത്തിലുള്ള ആ തമ്പുരാനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് കയറ്റരുത്. അതുകൊണ്ട് എന്തായാലും കയറ്റത്തില്ല. ആ തമ്പുരാൻ പ്രത്യേകിച്ച് കയറ്റൂല. കാരണം ആ യക്ഷിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ടേ ആ തമ്പുരാൻ കയറ്റത്തില്ല. എന്നിരുന്നാൽ കൂടി എല്ലാവർക്കും ഇതിന്റെ മേലൊരു കണ്ണ് വേണം കേട്ടോ. ആ യക്ഷി ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇല്ല തിരുമേനി, ഞങ്ങൾ എല്ലാരും നോക്കിക്കോളാം. എന്നാൽ പിന്നെ ഞാനെന്ന് അപ്പുറത്ത് മുറി പോയി ഒന്ന് വിശ്രമിക്കട്ടെ. ആ ശരി, തിരുമേനി ചെല്ല്. പിള്ളേരെ ഈ ആണിയൊന്നും നിങ്ങളാരും ഊരല്ലേ അറിയാതെ ഈ കൊച്ചു പിള്ളേർ ചിലപ്പോൾ അറിയാതെ ഊരും. കുട്ടുമോനൊക്കെ ശ്രദ്ധിച്ചോണം. കുട്ടുമോനെ തന്നെയല്ല, മാളൂട്ടിയെ ശ്രദ്ധിച്ചോണം. മാളൂട്ടി തന്നെ ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം ഊരാനൊക്കെ. അവക്ക് പേടിയാന്ന് തോന്നുന്നു. മോളെ അമ്മ ഇങ്ങോട്ട് മാറി. ഇത് മഹാറാണിയമ്മയാന്ന് തോന്നുന്നത്. ഗ്രാമത്തിൽ നിന്ന് കുറെ പേര് വന്നെന്ന് എന്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ഈ കൊട്ടാരത്തിലൊക്കെ താമസിക്കണമെന്ന്. പിള്ളേർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും വലിയ ആഗ്രഹം. ആർക്കും ആഗ്രഹം ഇല്ലാത്തൊരു കൊട്ടാരത്തിലൊക്കെ പോയി താമസിക്കാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് 1-2 ആഴ്ച ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. അയ്യോ, 1-2 ആഴ്ച ഒന്നും വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നോ. ഇവിടെ കുറേ പേരൊക്കെ വന്ന് നിൽക്കാറുള്ളതാ. ഇത്ര വലിയ കൊട്ടാരമല്ലേ, ഇഷ്ടംപോലെ സ്ഥലമല്ലേ കിടക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേനക്കാരി പിന്നെ വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. അവർ പിന്നെ ജോലിയൊക്കെ ചെയ്തോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ചെയ്ത് കൊടുക്കാം. ആ ചിന്നുമോൾ എത്തിയോ? ആരൊക്കെ വന്നേക്കെന്ന് നോക്കിയാ കുറെ കൂട്ടുകാരെ കിട്ടുമല്ലോ മോക്ക്. എന്റെ കൊച്ചുമോളാ, എന്റെ മോന്റെ മോള്, അതായത് മഹാദേവന്റെ മോള്. ആഹാ, കുട്ടുവന്റെ മാളൂട്ടിയുടെ ഒരു സന്തോഷം കണ്ടോ, ഒരു കൂട്ടുകാരി കിട്ടിയേനെ. വേണ്ട വേണ്ട, ഇപ്പൊ കളിക്കണ്ട. കഴിച്ചില്ല മോൾ, ആഹാരം കഴിച്ചിട്ട് കളിച്ചാ മതി. കുട്ടുവൻ എന്തെങ്കിലും വാശി പിടിച്ച അപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ എന്തോലെ കിടന്ന് കരയും. മോളെ പ്ലീസ് മോളെ, ആഹാരം കഴിച്ചിട്ട്. ആ എന്നാ വേഗം ചെല്ല്. പെട്ടെന്ന് കളിച്ചിട്ട് പെട്ടെന്ന് കഴിച്ചോണം കേട്ടോ. ഈ പിള്ളേരുടെ ഒരു കാര്യം. നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല മഹാറാണിയമ്മേ. വേലക്കാരി വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ. വേലക്കാരി ഇപ്പൊ ആഹാരം ഉണ്ടാക്കും, അപ്പൊ ഞങ്ങൾ കഴിച്ചോളാം. ആ ശരി ശരി, ഞാനതൊന്ന് വിശ്രമിക്കട്ടെ. പാവം എത്തുന്നില്ലേ ആ മഹാറാണിയമ്മ. അതെ അതെ. ആ വേലക്കാരി ഉണ്ടാക്കുന്ന ആഹാരം ഇല്ലേ നമ്മൾ കഴിക്കാൻ പോകുന്നത്. എങ്ങനെ കഴിക്കും? അതിനിപ്പോ എന്താ? ഓ ശാന്തേച്ചി, അത് വേലക്കാരി അല്ലല്ലോ, അത് യക്ഷിയല്ലേ. നമുക്കല്ലേ അറിയത്തുള്ളൂ അത് യക്ഷിയാന്നുള്ള കാര്യം. ഓ ഇപ്പോഴെങ്കിൽ ലൈറ്റ് കത്തിയത്. ശരിയാന്നില്ല. ഓ ആ യക്ഷി ഉണ്ടാക്കുന്ന ആഹാരം എങ്ങനെ കഴിക്കും? കഴിക്കാതിരിക്കാനും പറ്റത്തില്ല, കാരണം അവരല്ലേ ആഹാരം ഉണ്ടാക്കത്തുള്ളൂ. നമുക്കിപ്പോൾ കയറി ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ മഹാറാണിയമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. വേണമെങ്കിൽ നമുക്കൂടെ അടുക്കള കയറി ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അല്ലെ പിന്നെ അവരെ കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കും. ശരിയാ, നോക്കാം. ഇതാ ദേവസേന അടുക്കള. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല അടുക്കളയാ. നല്ല സൗന്ദര്യമുള്ള അടുക്കളയല്ലേ ഇത്? അതായത് ദേവസേനയെ പോലെ സുന്ദരിയായ ഒരു അടുക്കള. ഇയാൾ ആളിച്ചിരി പഞ്ചാരിയാന്ന് തോന്നില്ലോ. എന്താ തിരിഞ്ഞു പറഞ്ഞത്? സുന്ദരി എന്ന് പറഞ്ഞപ്പോ നാളായോ? ദേവസേനെ കാണാൻ നല്ല സുന്ദരിയാ കേട്ടോ. ഞാൻ സുന്ദരിയാന്ന് എനിക്കറിയാം. ഇത് പിന്നെ പണ്ടത്തെ അടുക്കള ആയതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ. മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. എനിക്ക് മനസ്സിലായി കണ്ടപ്പോ. അല്ല ദേവസേന എന്നെ എന്താ വിളിക്കുന്നത്? ഞാനെന്തിനാ ഇയാളെ വിളിക്കുന്നത്? എന്താ തിരിഞ്ഞു കളഞ്ഞത്? എന്നെ മഹിയേട്ടാന്ന് വിളിച്ചാൽ മതി. എന്റെ പേര് മഹാദേവൻ എന്നാണല്ലോ. എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ വിളിക്കുന്നത് മഹിയേട്ടാന്ന്. ദേവസേന എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, മഹിയേട്ടാന്ന് കേട്ടോ. അവൾ ഇവിടെ ഇല്ല. അവളാണെങ്കിലേ വേറൊരു സംസ്ഥാനത്താ, ഹിമാചൽ പ്രദേശിൽ. അവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കൊട്ടാരമുണ്ട്, ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കൊട്ടാരോ. അവിടെ നിന്നിട്ട് അവൾ വേറൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. വേറൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയത് അവളുടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കൊട്ടാരം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്സി ഗ്രൈൻഡർ ഒന്നും ഇല്ല. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനിവിടെ ഏതൊക്കെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ദേവസേനയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കല്ലേ കേട്ടോ. ഓ ഇങ്ങനെ എന്തിനാ ഞാൻ വിളിക്കുന്നത്? വെറും പഞ്ചാര. എന്റെ പണ്ടത്തെ രൂപ പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുത്തേനെ ഇപ്പോഴും. എന്താ ദേവസേന ആലോചിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ? ഒന്നുമില്ല, ഇനിയിപ്പോ എന്താ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആഹാ, അത് ദേവസേനയ്ക്ക് ഇഷ്ടമുള്ള എന്തോ ഉണ്ടാക്കിക്കോ, ഞാൻ എന്ത് വേണം കഴിച്ചോളൂ. മഹിയായിട്ട് ചെല്ല്. ആ ശരി ശരി. എടാ പഞ്ചാരേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിലൊക്കെ പോയി നോക്കാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒളിക്കാം. എവിടെ ഒളിക്കും? ഇവിടെ ഈ മരത്തിന്റെ അടിയിലാണ് കയറിയല്ലോ. അയ്യോ യക്ഷി! എന്താ എന്താ എന്നെ വിളിച്ചത്? യക്ഷിന്നോ? എന്താണ് നിനക്ക് എന്നെ യക്ഷി നോക്കേണ്ട കാര്യം? അയ്യോ എനിക്ക് പേടിയാവുന്നു. നിനക്ക് പേടിയാവുന്നോ? എന്റെ ഈ രൂപം കണ്ടിട്ട് നിനക്ക് പേടിക്കേണ്ട കാര്യം എന്തോ? നിനക്ക് എന്റെ യഥാർത്ഥ രൂപം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താ എന്താ അതൊക്കെ കളിയൊക്കെ എവിടെയായി? നിങ്ങൾ എന്താ കളിയാന്ന് കളിച്ചോണ്ടിരുന്നേ? അയ്യോ അവൻ എവിടെ പോയതായിരിക്കും? നിങ്ങൾ എല്ലാവരും സ്ഥലങ്ങളെല്ലാം നോക്കിയോ? ആ ഞാനിവിടെ വരാകത്തോട്ട്. നളിനി എവിടെ പോയി ശാന്തേച്ചി? നളിനി വേലക്കാരുടെ കൂടെ ഇന്ന് അടുക്കളയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. ദേ വാസുദേവൻ തിരുമേനി വരുന്നു. ചില ഉച്ചാടനോ ആവാഹനം കൂടെ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അത് ഇപ്പഴേ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ തിരുമേനി? ആ ഞാൻ പറയാം. അമ്മ കുട്ടുമോൻ ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല മോളെ. എന്തേ? ഞാൻ സാറ്റ് വിളിക്കായിരുന്നു. അവനെ വിളിക്കാൻ പോയത് ഇതുവരെ പിന്നെ കണ്ടില്ല. കണ്ടില്ലെന്നോ? അവിടെ എവിടെയെങ്കിലും ഒക്കെ തരേ. അവൻ അവിടെ തന്നെ കാണും. ഒളിച്ചിരിക്കുമല്ലേ? ആരും പേടിക്കൊന്നും വേണ്ട, അവൻ എന്തായാലും കണ്ടെത്താം. പിള്ളേരെ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എങ്ങോട്ടാ പോയെന്നുള്ളത്? ആരോടൊപ്പം അവൻ വന്നത് ഒളിക്കാൻ വേണ്ടിട്ട്? നിക്ക് ആരും ഭയക്കണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. വാസുദേവൻ തിരുമേനി ഉള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ പേടിക്കുന്നേ? ദേവസേന ദേവസേന ആ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തമ്പുരാനെ, അയ്യോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ തമ്പുരാനെ വിളിക്കണ്ടേ? എന്നെ മഹിന്ന് വിളിച്ചാൽ മതി. മഹി എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എനിക്ക് ദേവസേനോട് കുറച്ചൊന്ന് സംസാരിക്കണമെന്ന്. തമ്പുരാന് വിരോധം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മഹിക്ക് വിരോധം ഇല്ലെങ്കിൽ അപ്പുറത്തോട്ടൊന്ന് പോകാമോ? എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടാ. എന്താ ആ മോനെ കാണാത്ത കാര്യം ചോദിക്കാനാണോ? അതെങ്ങനെ ദേവസേനയ്ക്ക് അറിയാം? മഹി ഒന്നും വിചാരിക്കരുത്, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. ഒന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ശരി ശരി, ദേവസേനയ്ക്ക് വരൂ. എന്താ എന്താ പറ. നീ അറിയാതെ അവനെങ്ങും പോവില്ല. കുട്ടുമനോട് ഉണ്ട്, പറ. അയ്യോ എന്റെ കുട്ടുമൻ ഈ യക്ഷം വല്ലതും ചെയ്തു കാണുമോ? ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്റെ തനിസ്വരൂപം പഠിപ്പിക്കില്ലേ? എന്തായാലും കുട്ടുമനെ കാണാത്തതിന്റെ ഉത്തരവാദി നീ തന്നെ എനിക്കറിയാം. നീ പറ. എന്നെ കൊണ്ട് വെറുതെ ഞാൻ പറയുന്നില്ലെന്നു. നീ മര്യാദയ്ക്ക് പറഞ്ഞെനിക്ക് നിന്നെ ഇപ്പൊ ശപിച്ചിട്ട് ഞാനിവിടെ. ഞാൻ പറയാം. അവൻ ആ കിഴക്കേത്തളത്തിൽ കിടപ്പുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ തോട്ടം പോകാൻ കിടക്കുന്നത്. മോനെ മോനെ എഴുന്നേക്കടാ. ആ ഉണർന്നിട്ടുണ്ട് ഇപ്പൊ. മോനെ എഴുന്നേൽക്കാന്. അതാരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് ആ രൂപം എടുക്കുമെങ്കിൽ നമ്മൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ ആ ആണി അടിച്ച് അവരെ ആവാഹിച്ച് വെച്ചേക്കല്ലേ. ഇനിയൊരു ആവാഹനം ഉച്ചാടനമൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാലേ അവർ പൂർണ്ണമായിട്ട് അവിടെ ആവാഹിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനി ആവാഹനം ഉച്ചാടനമൊക്കെ വേണമെന്ന്. പക്ഷേ ഈ രൂപത്തിൽ നമ്മൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അവരെ അങ്ങ് അകത്ത് കയറാൻ സമ്മതിക്കരുതെന്ന്. ആ ആണി ഊരാതെ മാത്രം നോക്കിയാൽ മതി. ആണി ഊരി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വെച്ചേക്കത്തില്ല. പിന്നെ ആ പലയിൽ ഉണ്ടായ സംഭവം തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഓ അങ്ങനല്ലേ? കുട്ടുമോൻ പിന്നെ അവരുടെ രൂപം കണ്ട് ബോധം കണ്ട് വീണെന്നേ ഉള്ളൂ. അല്ലാതെ അവരെ കുട്ടുമോനെ ഒന്നും ചെയ്തിട്ടില്ല.
പറഞ്ഞില്ലേ മക്കളെ, ഉച്ചാടനം ആവാഹനം കഴിയുന്ന വരെ യക്ഷി ഇങ്ങനെ ഓരോ രൂപങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും നല്ല ധൈര്യത്തോടെ തന്നെ നിൽക്കുക. അതെ അതെ, നമ്മൾ പിള്ളേരായി നമ്മൾ വേണം ധൈര്യം കൈവിടാതെ നിൽക്കാൻ. രക്ഷ എത്ര രൂപ എടുത്താലും നമ്മൾ ആരും ഒന്നും ചെയ്തില്ലെന്നുള്ള വിചാരം വേണം നമുക്ക്, കേട്ടോ? അതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യക്ഷി എങ്കിൽ ആ മുറിക്കകത്ത് കയറി ആണി ഊരരുത്. അത് മാത്രം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. ശാരദ എന്താ എപ്പോഴും അന്താളിച്ചിരിക്കുന്നേ? അല്ല കുട്ടുമോനെ അവര് പേടിപ്പിച്ച് ഓർത്ത് ഞാൻ ഇപ്പോഴും എന്റെ ആ ഷോക്ക് മാറിയില്ലതാ. നിനക്ക് ആരും മിനിറ്റില്ല, എനിക്കൊരു കോള് വരുന്നു. ഹലോ, ആ അതെ അതെ അതെ, വാസുദേവൻ തിരുമേനി തന്നെ. ആ എന്താ പറഞ്ഞു? ഇത് എവിടുന്ന് വിളിക്കുന്നേ? മിന്നിപ്പാറയോ? ആ അയ്യോ, അങ്ങോട്ട് വരാനിപ്പോൾ ഒരു സാഹചര്യത്തിലല്ല ഞാൻ. ഏകദേശം ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ വേറൊരു അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് എപ്പോഴും. ആ അയ്യോ, അതിപ്പം കാരണം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാ. ആ 2 ദിവസത്തേക്കോ? അതെന്താ നമുക്ക് ഒട്ടും നമുക്ക് പറ്റുന്നില്ലേ? ശല്യം അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? ശരി ശരി ശരി, ഓക്കെ. ആ എനിക്ക് മിന്നിപ്പാറന്ന് ഇപ്പോൾ കോള് വന്നത്. അവിടെ ആണെങ്കിലേ ഒരു പ്രേതം ഇറങ്ങിയിട്ടൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ ഒട്ടും പിടിച്ചു ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അയ്യോ, പ്രേതം അവിടെ ഇറങ്ങിയോ? എന്നോട് പറയുന്നത് അവർ അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് ഞാൻ പ്രേതത്തെ ഒഴിച്ചു കൊടുക്കാൻ. അയ്യോ, തിരുമേനി ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഒരു 2 ദിവസത്തേക്കെങ്കിലും ചെന്നില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ റെഡിയാക്കും അത്. കാരണം ഞാൻ 2 ദിവസം ചെന്നിട്ട് ഇതിൻ്റെ ഒഴിച്ചിട്ട് വരാം. നിങ്ങളപ്പോഴത്തേക്ക് ഇവിടെ വെയിറ്റ് ചെയ്യും. മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ കൂടെ കാര്യം നോക്കണ്ടേ തിരുമേനിക്ക്? നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. മാക്സിമം നമ്മൾ ആ യക്ഷി അകത്തോട്ട് കയറ്റാതിരുന്ന് മാത്രം നോക്കിയാൽ മതി. അത് തന്നെ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. യക്ഷി അകത്ത് കയറാതെ ആ ആണി വരാൻ നോക്കിയാൽ മാത്രം മതി. 2 ദിവസത്തേക്ക് നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ പോയിട്ട് വരാം. ശാന്തേച്ചി വല്ല പണിയാവോ? ഏയ് വേണ്ട, പേടിക്കൊന്നും വേണ്ട. ധൈര്യം കൈവിടാതെ നിന്നാ മതി. ആഹാ, ഇത് തന്നെ തക്കം. പോറ്റിയപ്പോൾ 2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കും അല്ലേ? എനിക്ക് വീടിന്റെ അകത്തളത്തേക്ക് കയറാനുള്ള അവസരം ഇത്. ഈ അവസരം ഞാൻ പാഴാക്കരുത്. വഴിയുണ്ട്. ആ ഒരു വഴിയുണ്ട്. ഇവിടുത്തെ തമ്പുരാനില്ലേ മഹിയേട്ടൻ, അയാളാണെങ്കിൽ ആകെ പഞ്ചായ. അയാളെ സോപ്പിടാമെങ്കിൽ എനിക്കാണെങ്കിൽ അകത്ത് കയറാം. കൊട്ടാരത്തിനകത്തെ അകത്തളത്തിലേക്ക് കയറാം. അതിന് ഇവരെ ഇവിടുന്ന് ഓടിക്കണം. ഇവരെന്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നേ? തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നളിനി, അയ്യോ പേടിച്ചു പോയി. പേടിക്കണ്ട. ഇത്രയും നേരം ഇവിടെ അടുക്കളയിൽ നിന്ന് ജോലിയില്ലായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ പോയി റെസ്റ്റ് എടുക്കോ. ഒരുപാട് നേരമല്ലേ, ടയേർഡാകും. ചെല്ല്. ശരി. ഓ രക്ഷപ്പെട്ട്. ഓ അയക്ഷയുടെ കൂടെ നിന്ന് എങ്ങനെ അടുക്കള ജോലി ചെയ്യും? പേടിയാന്ന്. രക്ഷപ്പെട്ടെന്നാലും. ദേവസേന, മഹിയേട്ടനോ? ആ ഫുഡൊക്കെ ഉണ്ടാക്കിയോ? ഇല്ല, ഉണ്ടാക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മഹിയേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കറി ഞാൻ ഇന്ന് ഉണ്ടാക്കി തരാം. ഏത് കറിയാ മഹിയേട്ടന് ഏറ്റവും ഇഷ്ടം? ഇന്ന് ഞാൻ ആലോചിക്കട്ടെ. എനിക്കാണെങ്കിൽ ഉള്ളിത്തീര് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടാക്കുന്ന ഉണ്ടാക്കിക്കോ. എന്തായാലും ദേവസേന ഒന്ന് പറയാൻ വയ്യ കേട്ടോ. ദേവസേന ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളി ഫുഡാകട്ടോ. ആണോ? കൊള്ളാമോ? ദേവസേന കാണാൻ നല്ല സുന്ദരിയല്ലേ? അതുപോലെ തന്നെയാ ഉണ്ടാക്കുന്ന ഫുഡും നല്ല സൂപ്പറാ. അല്ല, ദേവസേനയുടെ കാല് നേടെ തറയിൽ ഉറച്ചിട്ടില്ലല്ലോ. അതോ, അത് ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ നേരത്തെ ഹൈ ജമ്പിനും ലോങ് ജമ്പിനും ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കൊരു ശീലമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വായ നിൽക്കുന്ന പോലെ തോന്നിയത്. അതെന്തായാലും കൊള്ളാം കേട്ടോ. മഹിയേട്ടന്റെ വൈഫാണെങ്കിൽ വേറൊരു സംസ്ഥാനത്താന്നല്ലേ പറഞ്ഞത്? ജോലി ചെയ്യുവാന്നല്ലേ പറഞ്ഞത്? ഹിമാചൽ പ്രദേശിലെ മറ്റെന്തോ എവിടെയാന്നല്ലേ പറഞ്ഞത്? എന്ന് വരും? അത് ഇപ്പഴെങ്ങും വരുത്തൊന്നുമില്ല. ഞാനാണെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ പടിഞ്ഞാറൻ നാട്ടിലാണെങ്കിൽ കുറെ മാവ് നിപ്പുണ്ട്. ആ മാവ് നിറച്ച് മാങ്ങ പഴുത്ത് നിൽക്കുക. പിള്ളേർക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് അവർക്ക് ഞാൻ പറിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോവാ. ദേവസേനയ്ക്ക് ഇഷ്ടമാണോ മാങ്ങ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത മാങ്ങ. ഞാനോട് വരുന്നാല്. അപ്പൊ എന്നൊരു കാര്യം ചെയ്യാം. പഴുത്ത മാങ്ങയും കൊണ്ടായിരിക്കും ഒരു മാമ്പഴ പുളിശ്ശേരിയും കൂടെ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ മാങ്ങ പറിച്ചു തരാം. വാ. ശരി മഹിയേട്ടാ. ഓ ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ വന്നായിരുന്നു മോളെ. പിന്നെ ആ യക്ഷവേലക്കാരി ജോലി ചെയ്തോ? അമ്മ എന്തിനാ ജോലി ചെയ്യുന്നേ? എല്ലാ ജോലി അവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ദേഷ്യം വന്നിട്ട് പിന്നെ അവരുടെ തനി സ്വരൂപം എടുക്കും. പിന്നെ എല്ലാ എണ്ണം കൂടെ ബോധം കെട്ട് വീഴാൻ. ഒന്നാമതാണെങ്കിൽ പോറ്റി പോലും ഇവിടെ ഇല്ല. 2 ദിവസത്തേക്ക് അങ്ങോട്ട് പോയേക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കാൻ പറ്റുമേ പറഞ്ഞേക്കുന്നത്. ശരിയാ. അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ അമ്മേ? എന്താ? അമ്മ മഹാദേവ ഇല്ലേ, മറ്റേ ചിന്നുവിന്റെ അച്ഛൻ, അവനെ പുള്ളിക്കാരൻ എപ്പോഴും ആണെങ്കിലേ ആ യക്ഷിയുടെ പുറകെ നടക്കുന്നതാണല്ലോ. ഇച്ചിരി പഞ്ചാരയാണെന്ന് എനിക്ക് ഡൗട്ട്. അമ്മണി നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നത്? അവർ യക്ഷിയാണെങ്കിലും അവർ സുന്ദരിയല്ലേ കാണാൻ? അതുകൊണ്ടായിരിക്കും പുറകെ നടക്കുന്നത്. പിന്നെ ഇപ്പം യക്ഷിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുമോ? ഇല്ലല്ലോ. ഇതിപ്പോൾ യക്ഷിയാന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് സുന്ദരിയായിട്ട് പുറകെ നടക്കുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കളിക്കാൻ പോകുന്ന കൊള്ളാം. ആ പിള്ളേരെയൊക്കെ ശ്രദ്ധിച്ചോണം. കുട്ടുമനെയൊക്കെ ശ്രദ്ധിച്ചോണേ. മാളൂട്ടിയൊക്കെ അവരുടെ ബോധക്കെട്ട് വീഴുന്ന സൈസുകളാണ്.
ഹായ്, എന്താ ഇത്? നിറയെ മാമ്പഴം പഴുത്ത് വിളഞ്ഞു കിടക്കുന്നത്. എങ്ങനെ ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ഇതെന്റെ പ്രിയപ്പെട്ട മാവും പ്രിയപ്പെട്ട മാമ്പഴമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഈ മാങ്ങ കൊടുക്കുള്ളൂ. പിള്ളേർക്കൊന്നും കൊടുക്കത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും ദേവസേനയ്ക്ക് മാത്രമേ തരത്തുള്ളൂ. ഞാനപ്പോ ഏറ്റവും പ്രിയപ്പെട്ട ആളാണോ? അതെന്താ അത് പറഞ്ഞപ്പോ മുഖം അങ്ങ് വാടിയത്? അപ്പൊ എന്നോട് അത്രയും സ്നേഹമുണ്ടോ മഹിയേട്ടന്? പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുവോ? സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെന്താ എന്നെ ആ കൊട്ടാരത്തിനകത്ത് കയറ്റത്? കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കയറാൻ എനിക്ക് എന്താ ആഗ്രഹമെന്ന് അറിയാമോ? അയ്യോ, ഞാനല്ലല്ലോ ദേവസേന കയറണ്ടെന്ന് പറഞ്ഞത്. നിങ്ങളുടെ കൂടെ വന്നാൽ പോറ്റിനല്ലേ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പാടില്ല, കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശാപം കിട്ടുന്നതെന്നൊക്കെ. അതുകൊണ്ടല്ലേ ഞാൻ കയറണ്ടെന്ന് പറഞ്ഞത്. ആ പോറ്റി അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ വേലക്കാരികളായോണ്ടാ. വേലക്കാരികൾ അങ്ങനെ കൊട്ടാരത്തിനകത്ത് കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് ശാപമൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെ കയറാൻ പാടില്ല എന്നാണ് ഇവരുടെയൊക്കെ പണ്ടേ ഉള്ള ഒരു ചിന്ത. പോറ്റിയപ്പോൾ വെറുതെ പറഞ്ഞാണോ ശാപം കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക്? ഉറപ്പാണോ? അതെ, ഞങ്ങൾക്ക് അങ്ങനെ ശാപമൊന്നും കിട്ടാൻ പോകുന്നില്ല. പോറ്റി വെറുതെ പറഞ്ഞതാ. എന്നെ അകത്തേക്ക് കയറ്റുമോ? എന്നാ പിന്നെ ദേവസേന അകത്ത് കയറുന്നതിന് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ശാപം കിട്ടുമെന്നുള്ള ഒറ്റ ചിന്തയല്ല ഞാൻ ഇതുവരെ കയറണ്ടെന്ന് പറഞ്ഞത്. ഇന്ന് തന്നെ നമുക്ക് കയറി കളയകത്തോട്ട്. എന്താ? അതെ, ഇന്ന് തന്നെ നമുക്ക് കയറാം. പോറ്റി വന്നു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല കൊട്ടാരത്തിനകത്ത് കയറാൻ. പോറ്റി വരുന്നതിന് മുമ്പ് നമുക്ക് കയറാം അകത്ത്. ശരി ശരി, നമുക്ക് ഈ മാങ്ങ പറിച്ചിട്ട് നേരെ കൊട്ടാരത്തിലോട്ട് പോവാം. ജോലിസിന് വരുന്നവരെ നമുക്കൊരു സമാധാനം ഇല്ലല്ലേ? അതുവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും. അയ്യോ, മറ്റേ ആ ചിന്നുകുട്ടിയില്ലേ? ചിന്നുകുട്ടിയോട് കളിക്കാൻ വിളിക്കായിരുന്നു. അവരിവിടെ ഇല്ല. മഹാറാണിയമ്മയും ആ ചിന്നിക്കുട്ടി കൂടെ ആണെങ്കിലേ കല്യാണത്തിന് എന്തോ പോയപ്പോ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ദേ മഹാദേവൻ വരുന്നു. എവിടെയാ കള്ളത്തിരുമേനി? കള്ളത്തിരുമേനിയോ? ആ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാസുദേവൻ എന്ന് പറഞ്ഞ കള്ളത്തിരുമേനി എവിടെ പോയി? അദ്ദേഹം കേവപ്പെട്ട ഒരു മനുഷ്യനാ. എനിക്ക് നന്നായിട്ട് അറിയുന്ന, പണ്ടേ അറിയാവുന്ന ആളത്. നിനക്കറിയായിരിക്കും. എനിക്കിപ്പോൾ എന്തായാലും മനസ്സിലായിട്ടോ അയാൾ കൊള്ളാനാന്നുള്ള കാര്യം. എന്താ അയാൾ ദേവസേന അകത്തോട്ട് കയറ്റാത്തത്? അയാൾ വെറുതെ കള്ളം പറഞ്ഞില്ലേ? എന്ത് കള്ളം പറഞ്ഞെന്ന്? ദേവസേന ഈ വീടിനകത്ത് കയറി എന്താ കുഴപ്പം? ഈ കൊട്ടാരത്തിനകത്ത് എന്താ അവൾ കയറിയ കുഴപ്പം? എന്താ ശാപം ഒക്കെ കിട്ടുമെന്ന് അയാൾ വേറെ കള്ളം പറഞ്ഞതല്ലേ? അയ്യോ, ഒരിക്കലല്ല മഹാദേവൻ തപ്പനെ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അങ്ങനെ കയറാൻ പാടില്ല വേലക്കാരികൾക്ക് അകത്തോട്ട്. ഞാൻ കാണിച്ചാൽ അവർക്ക് ശാപം കിട്ടുമില്ലേ എന്നുള്ളത്. ദേവസേനയ്ക്ക് പോകുന്നുള്ളൂ അകത്തോട്ട്. ശരി മഹിയേട്ടാ. അയ്യോ, അവരകത്ത് കയറി. എന്തൊക്കെ ഈ പിള്ളേർ വിളിച്ചു പറയുന്നത്? മാറിക്ക് എല്ലാരും അങ്ങോട്ട്. ദേഷ്യപ്പെടില്ല ദേവസേന, ഞാനത്തന്നെ നിന്റെ അകത്ത് കെട്ടിയല്ലോ. ഇനി നീ ദേഷ്യം മാറ്റി സന്തോഷിക്കും. സന്തോഷിച്ച് എന്താ ദേവസേന എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? മാറങ്ങോട്ട്. എന്നെ ആവാഹിച്ച് കറത്തേക്കുന്ന ആണ് ഇവിടെ അല്ലേ? എന്തൊക്കെ പറയുന്നത്, എന്തൊക്കെ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അയ്യോ ദേവസേന, നീ എങ്ങനെ യക്ഷിയായി? ഇത് യക്ഷിയായിരുന്നു അപ്പോഴേ. ഞാൻ പിന്നെ ആരതാ നീ വിചാരിച്ചത്? പൊഞ്ചാരേ. ദൈവമേ, ഇവിടെ ജോത്സരമില്ല, നമ്മൾ പെട്ടുപോയല്ലോ. ഞാൻ എന്തായാലും തിരിച്ച് പനമരത്തിലേക്ക് തന്നെ പോവാ. ഇവിടെ ആരും ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ കൊല്ലുന്നില്ല. പോയി പോയി, യക്ഷി പോയി. ദേവസേന, നീ യക്ഷിയായിരുന്നോ? പോയി യക്ഷി വിളിച്ചേട്ടാ ചേട്ടാ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ യക്ഷിയായിരുന്നു. പനമരത്തിലോട്ട് തന്നെ പോയി. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പനമരത്തിലോട്ട് തന്നെ. ഞാൻ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു തരാമോ തമ്പുരാന്? ഞങ്ങൾ നാട്ടിലുള്ള പനമരത്തിൽ ഇങ്ങനെയാണോ സംഭവം? നിങ്ങൾക്ക് എന്നോട് ഒരിക്കലെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഈ സംഭവം? ഇനിയിപ്പോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോത്സനെ വീണ്ടും പോയി കാണണം. ജോത്സനെ തന്നെ തീരുമാനിക്കണം ഇനി ആ യക്ഷിയെ തളയ്ക്കുന്ന കാര്യം. എന്തായാലും ഞങ്ങൾ ജോത്സനെ പോയി കാണട്ടെ. ശരി, എല്ലാവരും ഒന്ന് പൊക്കോ. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഞാനത് യക്ഷിയാന്ന് ഒരിക്കൽ പോലും കരുതിയില്ലല്ലോ. എന്തുമാത്രം ഞാൻ സ്നേഹിച്ച് അവസാനം എനിക്ക് ഈ ഗതികേട് വന്നല്ലോ. ഞാൻ ഭാര്യയെ ചതിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ ഇത്. ഇത് ഇന്നലെ സംഭവിച്ചാന്നോ ചന്ദ്രൻ ചേട്ടാ? കുറെ നാളെ യക്ഷിയുടെ ശല്യം ഇല്ലാതിരിക്കുമായിരുന്നു. വീണ്ടും ആ യക്ഷി ശല്യം തുടങ്ങി. അങ്ങനെ ആൾക്കാർ വേണ്ട വക വരുത്തി തുടങ്ങി. പിന്നെ ഞങ്ങൾ ജോത്സ്യരെ കണ്ടതാ. പക്ഷെ ജോത്സ്യര് പറഞ്ഞത് ഞങ്ങളെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് യക്ഷി അകത്ത് കയറിയെന്നൊക്കെ. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചേട്ടനോട് പിന്നെ പറയാം. ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ പിന്നെയും ജോത്സ്യരെ ഒന്ന് കണ്ട് കാല് പിടിച്ച് നോക്കട്ടെ. ഇതിനൊരു പരിഹാരം കാണാം. ശരി ശരി. ജോത്സ്യൻ ഇന്ന് ഇവിടെ വരുമെന്ന് അറിയിച്ചിരുന്നു. എന്താ പറയുന്നതിന്റെ ഉദ്ദേശം? അങ്ങേക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. അകത്ത് കയറ്റിരുന്നു പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതെ അകത്ത് കയറ്റിയിട്ടാണ് യക്ഷിയെ. അതിന്റെ ശിക്ഷ ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതിനൊരു പരിഹാരം കണ്ടിട്ട് നാട്ടുകാരുടെ മൊത്തം കാര്യം പോക്കാം. ആ യക്ഷിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കൊട്ടാരത്തിൽ താമസിക്കണം എന്നുള്ളത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. അത് തമ്പുരാന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇവിടെ ആണെങ്കിൽ ഒരു അമ്പലം പണിഞ്ഞിട്ട് ആ യക്ഷി ഇങ്ങോട്ട് ആവാഹിക്കും ഞാൻ. അതാകുമ്പോൾ ആ യക്ഷിക്കാണെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം ഈ അമ്പലത്തിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് തൊഴുതാൽ മതിയല്ലോ. ഇത് തൊട്ടടുത്ത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ, ഈ കൊട്ടാരത്തോട് ചേർന്ന് തന്നെ ഒരു അമ്പലം പണിയാം. അത് തമ്പുരാൻ എങ്ങനെയാണ്, താല്പര്യമുണ്ടോ?
എന്തായാലും എല്ലാ നാട്ടുകാർക്കും വേണ്ടിയിട്ടല്ലേ ഞാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തിയത് നാട്ടുകാർക്കല്ലേ. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യണ്ടേ? ഇവിടെ തന്നെ പണിഞ്ഞോളൂ അമ്പലം, എന്നിട്ട് ആ യക്ഷി ഇങ്ങോട്ട് ആവാഹിച്ചോളൂ. പിന്നെ ഇവിടെ അമ്പലം പണിയുന്നവരും പിന്നെ ഇവിടെ ആരാധകരൊക്കെ വന്നോളുമല്ലോ. പിന്നെ അതാണെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തിയല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള ശക്തിയായിട്ട് മാറും അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നല്ലതേ ഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ശരി, എന്നാ എത്രയും പെട്ടെന്ന് പോയിട്ട് വാ. ദേവസേനയ്ക്ക് വേണ്ടിയല്ലേ അമ്പലം പണി, ഞാൻ തയ്യാറാ. അമ്പലം പണിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് പണി നടക്കുമെന്ന് വിചാരിച്ചില്ലല്ലേ? എന്തായാലും എല്ലാം മംഗളകരമായിട്ട് നടന്നല്ലോ. എന്തായാലും എൻ്റെ ദേവസേനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ നാട്ടുകാർക്കൊക്കെ വന്നു പോയി തൊഴാലോ. അയ്യോ, ഒരു കുഞ്ഞു യക്ഷിയാണാതിരിക്കുന്നത്. അന്ന് നമ്മൾ കണ്ടത്. നമ്മളെ പിടിക്കോ? ഇല്ലടാ, അതപ്പോ കല്ലായിട്ട് വാങ്ങുന്നേക്കുവാ. കല്ലെന്ന് വെച്ചാൽ വിഗ്രഹമായിട്ട് മാറിയേക്കല്ലേ. ഇനിയിപ്പോ ഒന്നും ചെയ്യത്തില്ല, അനങ്ങാനും പറ്റത്തില്ല, അതിനൊന്നും പറ്റുന്നില്ല. നമ്മളെയൊക്കെ അനുഗ്രഹിക്കുക, അത്രേ ഉള്ളൂ. മഹിയേട്ടാ നടക്കില്ലായിരുന്നു. ഭയങ്കര കൂട്ടായിരുന്നല്ലേ ഇവര് തമ്മില്. അയ്യോ, മഹിചേട്ടൻ എനിക്ക് വിഷമമുണ്ടോ തോന്നല്ലേ? തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട്. കല്ലായിട്ട് മാറിയില്ലേ, അതൊരു യക്ഷിയായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. तुझको